വിശ്വാസിയുടെ ജീവിതത്തിലെ മധുര മനോഹരമായ വർണ്ണനകളിലും ഭാവനകളിലും ഒതുങ്ങാത്ത സ്വർഗം അവന്റെ ജീവിതത്തിന്റെ അഭിലാഷ സാക്ഷാത്കാരം സ്വർഗത്തിലേക്ക് ചുവടുവെക്കുക എന്നുള്ളതാണ്. സ്വർഗം വിളിക്കുന്നു എന്ന ശീർഷകത്തിൽ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെയും കേട്ടു പരിചയിച്ചതുപോലെ സമരനിരതമായ ത്യാഗനിബദ്ധമായ ജീവിത പരിസരങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും വസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കരഗതമാക്കുന്നതിന്റെ കഠിനതരമായ വഴികളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ വളരെ സുവ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തിന്റെ രീതിശാസ്ത്രത്തെ സംബന്ധിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ജന്നത്തു ഹുഫ്ഫത്ത് ബിൽ മക്കാരി. സ്വർഗം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത് ഐഹികമായ ജീവിതത്തിൽ നാം ഒരിക്കലും അഭിലഷിക്കാത്ത, പ്രിയങ്കരമായി കരുതാത്ത കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗം മൂടപ്പെട്ടിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചാൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് സ്വർഗത്തിലായിരിക്കില്ല. നാം ഇഷ്ടപ്പെടാത്ത, നാം പ്രിയങ്കരമായി പരിഗണിക്കാത്ത, ജീവിതത്തിൽ അഭിലഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പലതും നാം ഇന്ന് കടന്നു വന്ന വഴികളിലൊക്കെ കണ്ടു. നമ്മുടെ ഈ യാത്ര മധ്യേ ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഏതോ പള്ളിയുമായി ബന്ധപ്പെട്ട് ആണ്ടി നേർച്ചയോ മറ്റുമായി ബന്ധപ്പെട്ട് വഴി തടസ്സപ്പെടുത്തി നമ്മുടെ നെഞ്ചടക്കുന്ന, കാതടപ്പിക്കുന്ന ഭീകരമായ ശബ്ദം സൃഷ്ടിച്ച് വഴിയോരങ്ങളിൽ നൃത്തച്ചുവടുകൾ വെക്കുന്ന ചെറുപ്പക്കാരെ, അത് കണ്ടാസ്വദിക്കുന്ന ചെറുപ്പക്കാരികളെ, അതിനീണമിടുന്ന, തലയിൽ തട്ടമിട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരടക്കമുള്ളവരെ നമ്മൾ കാണുമ്പോൾ അതൊക്കെയും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പക്ഷേ മതത്തിന്റെ പേരിൽ അഭിലഷിക്കാത്ത കാര്യങ്ങളാണ്. മതം നിർദ്ദേശിക്കുന്നതായിരിക്കില്ല, പക്ഷേ നമുക്കത് ഇഷ്ടമാണ്. നമുക്കിഷ്ടമുള്ളതും നമുക്ക് പ്രിയങ്കരമായതുമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ എത്തിച്ചേരുക ഒരിക്കലും സ്വർഗത്തിലായിരിക്കില്ല എന്ന് ലോകത്തിന്റെ നായകനും കാരുണ്യത്തിന്റെ പ്രവാചകരുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം സ്വർഗം നമുക്ക് പ്രിയങ്കരമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മറക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രമീകരിച്ചിട്ടുള്ളതെങ്കിലും ആ സ്വർഗം തരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സൃഷ്ടിച്ചു വന്ന ഒന്നല്ല. മറിച്ച് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ സ്വർഗം നമുക്ക് വേണ്ടി തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നിശ്ചയിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം മനുഷ്യന് തരാൻ ഒരു ലൂപ്പ് ഹോൾ നോക്കി നടക്കുകയാണ്. നമ്മുടെയൊക്കെ പണ്ട് നാം കേട്ടു പരിചയിച്ച, നമ്മുടെ വായനാശീലങ്ങളിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയത്, സ്വർഗം ഒരിക്കലും ഒരു വിശ്വാസിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത, ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരുപാട് പണിപ്പെടേണ്ടുന്നതായ, അള്ളാഹുവിന് ഒരിക്കലും തരാൻ താല്പര്യമില്ലാത്ത ഒന്നാണ് സ്വർഗമെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ സ്വർഗം എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ പഴമക്കാര് പറയും ഒരു സൂചി കയറ്റാൻ ഇടമുണ്ടെങ്കിൽ തൂമ്പ കയറ്റുമെന്ന്. അതുപോലെ ഒരവസരം ലഭിച്ചാൽ മനുഷ്യന്റെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കാൻ കാത്തിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ മുന്നിൽ ഇസ്രായേൽ ജനവിഭാഗത്തിൽ പിറന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് രണ്ടു തരത്തിലാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ ഹദീസ് വിശദീകരിച്ചതിന്റെ ശേഷം പണ്ഡിതന്മാര് പറയുന്നത്, ഒന്ന് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, മറ്റൊന്ന് പുരുഷനെ സംബന്ധിച്ച്. അവർ രണ്ടുപേരും ജീവിതം നേരായ വഴിയിൽ നയിച്ചവരായിരുന്നില്ല. പക്ഷേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഒരു ടേണിംഗ് പോയിന്റിൽ
അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അള്ളാഹു തിരഞ്ഞെടുത്ത വഴി അവരൊരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതായിരുന്നു. അവരൊരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ളതായിരുന്നു സ്വർഗപ്രവേശനത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച ടേണിംഗ് പോയിന്റ്. സ്വന്തം ജീവിതത്തെ വഴിവിട്ട മാർഗങ്ങളിലൂടെ വലിച്ചു കൊണ്ടുപോയ അവിസ്സാരികയായ ഒരു തരുണീമണിയുടെ ജീവിതത്തിന്റെ ദുർഘടമായ ഒരു നിമിഷത്തിൽ ദാഹിച്ചലച്ചു വന്ന അവർക്ക് കാണാൻ സാധിച്ചത് ദാഹം മൂത്തിട്ട് നാവ് മണ്ണിലേക്ക് നക്കിയിട്ട് അന്ധമായ അവസാനിക്കാത്ത ദാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു നായയെ കണ്ടപ്പോ അവർ തന്റെ തുകൽ ചെരുപ്പഴിച്ചിട്ട് അത് കിണറ്റിലേക്ക് കൊണ്ടുപോയി ആ തുകൽ ചെരുപ്പിൽ വെള്ളം ശേഖരിച്ച് ആ നായക്ക് നൽകിയതിന്റെ പേരിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ബഹുമാന്യനായ സ്വാഗത പ്രഭാഷകൻ നമ്മോട് പറഞ്ഞത് ഒരു വെളിപ്പാടുകളെ പരിശുദ്ധമായ റമദാൻ വിശ്വാസികൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം അൽ ജന്നത്തു തതസയ്യനു ലിസ്വാഇമീൻ, നോമ്പ് പിടിക്കുന്നവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി ഒരു വിഭൂഷിതയെ പോലെ മനോഹരിയായി നിൽക്കുകയാണ് സ്വർഗം എന്ന് പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയാത്തുകൾക്കിടയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. സ്വർഗം അതിന്റെ വാതായനങ്ങൾ തുറന്നു വെക്കുകയാണ് വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറന്നു വെച്ചിട്ട് അത് മനുഷ്യനെ, വിശ്വാസികളെ മാടി വിളിക്കുന്ന ജീവിതത്തിലെ വളരെ നിർണായകമായ അസുലഭമായ ഒരു മുഹൂർത്തത്തിലേക്ക് നാം കടക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധമായ റമദാൻ ഒരു വെളിപ്പാടുകളെ കാത്തു നിൽക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റമദാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ട മാസമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കറിയാം. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനുഷ്യന് സ്വർഗത്തെ പരിചയപ്പെടുത്തുവാനുള്ള ജീവിതമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനിക്കൽ പറഞ്ഞൊരു വിളക്കുമാടത്തിന്റെ അടുക്കലേക്ക് ആ തീ കണ്ടിട്ട് ആനന്ദമാണ് എന്ന്, അതൊരു അലങ്കാരമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് പറന്നു വീഴാൻ ശ്രമിക്കുന്ന ഈയാമ്പാറ്റകളെ തന്റെ കൈക്കുടന്നുകൊണ്ട് തള്ളി മാറ്റുന്നവനെ പോലെയാണ് മനുഷ്യൻ അഗ്നിയിലേക്ക് വീണ് കരിഞ്ഞു പോകാൻ, തിന്മയിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുമ്പോ അവന്റെ കൈക്കുടന്നയിൽ പിടിച്ച് മാറ്റി നിർത്തുകയും സ്വർഗത്തിലേക്ക് വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാരഥരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് സ്വർഗം അഭിലഷിപ്പിക്കുവാൻ, സ്വർഗം ലഭിക്കുവാനും അത് നേടിയെടുക്കുവാനും ആവശ്യമായ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എത്രയോ തവണ. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നൊക്കെ നമ്മളത് കേട്ടിട്ടുണ്ട്. മഹാരഥരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ എത്ര ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയാണ് സ്വർഗത്തെ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ദുനിയാവിന്റെ പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നത്, നാം ഇന്ന് നമസ്കരിക്കുന്ന സമയത്ത് സുബഹി നമസ്കാരത്തിന് ഉറക്കം കഠിനമായി മനുഷ്യന്റെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുമ്പോ, തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിൽ ഒരു 3 മിനിറ്റ് നേരം എഴുന്നേറ്റിരിക്കാൻ മടി വല്ലാതെ നമ്മളെ പിടിച്ചു വെക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത്. സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മനുഷ്യൻ ഇത്ര കഠിനതരമായ ഒരു വഴിയിലൂടെ അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവന്റെ ശരീരം താല്പര്യപ്പെടാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് എന്തിനാണ് സ്വന്തം ശരീരത്തോട് പ്രിയപ്പെട്ടവരെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നാം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇടങ്ങളിലൂടെ, നാം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരനായ ശിഷ്യൻ പറയുന്ന ഒരു സംഭവം. ഉത്ബത്ത് ബിൻ അംർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന മഹാരഥരായ മനുഷ്യൻ, അദ്ദേഹം ഫഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയും
അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ അർപ്പിക്കുകയും ചെയ്തതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ദുനിയാവ് അതിന്റെ നാശത്തിന്റെ വിളിയാളം മുഴക്കി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ദുനിയാവ് മനുഷ്യനെ വിട്ടു പോവുകയാണ്. വലം യബ്ഖ മിന്നാ ഇല്ലാ സുബാബത്തുൻ കസുബാബത്തിൽ ഇനാഇ യതസാബുഹാ സ്വഹിബുഹാ. ഒരു മനുഷ്യൻ ഒരു പാത്രം തുറക്കുന്നതായി നമ്മൾ സങ്കല്പിക്കണം. ഒരു മനുഷ്യൻ അവന്റെ പാത്രം തുറക്കുമ്പോ ആ പാത്രം തുറക്കുന്ന സമയത്ത്, ആ പാത്രം തുറക്കുന്ന നേരത്ത് കാണുന്ന കാഴ്ച വളരെ പരിമിതമായ ഒരു കാഴ്ചയാണ്. പാത്രം തുറന്ന ആ സമയത്ത് കണ്ട വളരെ പരിമിതമായ ചെറിയ കാഴ്ച പോലെയാണ് ദുനിയാവിന്റെ നൈമിഷികമായ നിമിഷങ്ങൾ എന്ന് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. ഒരു പാത്രം തുറക്കുന്ന സമയത്ത് സുബ്ബ് തുറക്കുക എന്നാണ് മഹാരഥന്മാർ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൽ അതിന്റെ പരിഭാഷ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ അവന്റെ പാത്രം തുറക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വളരെ നിസ്സാരമായ സമയമാണ് സ്വർഗത്തിന് വേണ്ടിയിട്ട് ഈ ദുനിയാവിന്റെ ഐഹികമായ ജീവിതത്തിലെ വളരെ കുറഞ്ഞ സമയം അത്രമാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. വലം യബ്ഖ മിൻഹാ ഇല്ലാ സുബാബത്തുൻ കസുബാബത്തിൽ ഇനാഅ്. ഒരു പാത്രം തുറക്കുന്ന അത്രയും സമയം മാത്രമാണ്. ഫഇന്നഹും യന്തഖിലൂന മിൻഹാ ഇലാ ദാരിൻ ലാ സവാൽ. മാറിപ്പോകാത്ത ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. അതൊരു വളരെ സുദീർഘമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിന്റെ ഒടുവിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്വർഗത്തെ പരിചയപ്പെടുത്തുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തെ വളരെ കൃത്യമായി ഓർത്തെടുക്കുകയാണ്. ഒരു യുദ്ധമുഖത്ത് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 7 ദിവസം പോരാട്ടത്തിന്റെ വീതിയിൽ അദ്ദേഹം അനുഭവിച്ച കഠിനതരമായ വഴികളെ കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം ആലോചിച്ചെടുക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ കവിൾത്തടത്തിൽ നിഴലിച്ച പാടുകളെ അദ്ദേഹം തന്റെ ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്നും പരതി വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കവിൾത്തടം ഒട്ടിപ്പോയ കവിളിലേക്ക് ഇരച്ചുകയറുന്ന കടുത്ത തണുപ്പിനെ അതിജയിക്കാൻ കഴിയാതെ വല്ലാതെ ചൂളിപ്പോവുകയും വിറച്ച് വിറങ്ങലിപ്പോവുകയും ചെയ്ത നിമിഷത്തെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കമ്പിളി പുതപ്പിനെ 2ആയി കീറിയെടുത്തിട്ട് എന്റെ സഹപ്രവർത്തകന് കൂടി അത് നൽകുകയും അദ്ദേഹം ഒന്ന് പുതക്കുകയും ഞാൻ മറ്റൊന്ന് പുതക്കുകയും ചെയ്ത് 2 പുതപ്പുകൾ ചേർത്ത് പുതച്ച് ഞങ്ങൾ വിറച്ച് വിറങ്ങലിച്ച് ഉറങ്ങിയ രാത്രി പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ പഠിപ്പിച്ചപ്പോ, നരകത്തെ പഠിപ്പിച്ചപ്പോ, കഠിനതരമായ സ്വർഗത്തിലേക്കുള്ള വഴികൾ വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളപ്പെടുത്തി തന്നപ്പോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കമ്പിളി പുതപ്പ് 2ആയി കീറിയിട്ട് തുളച്ചു കയറുന്ന എല്ല് പോലും തുളച്ചു വിറങ്ങലിച്ചു പോകുന്ന ആ കടുത്ത തണുപ്പ് നേരത്ത് ആ കമ്പിളി പുതപ്പിനെ 2ആയി മുറിച്ച് ഒന്ന് ഞാനും എന്റെ സഹപ്രവർത്തകനും മൂടിക്കിടന്ന ഒരു രാവ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കവിൾത്തടങ്ങൾ വല്ലാതെ മാറിയ, അവിടെ കനീഭവിച്ച കറുത്ത നിഴലുകളും അടയാളങ്ങളും വീണ മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ആരുമായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതെങ്കിലുമൊക്കെ നഗരത്തിന്റെ അധികാരികളോളം വരുന്ന പദവികളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിനെ കരഗതമാക്കാൻ, ഒപ്പം ആഖിറത്തെയും കരഗതമാക്കാൻ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ച വഴികൾ അതായിരുന്നു എന്ന് അദ്ദേഹം നമ്മോട് അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുന്ന വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും അതുവഴി ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളെ സ്വർഗത്തിലേക്ക് പ്രിയപ്പെട്ട റസൂലുള്ളാഹി കൈപിടിച്ചു നടത്തിയ വഴിയുടെ കഠിനതരമായ ഓർമ്മകളെ നമ്മെ അയവിറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. കഠിനതരമായ വഴികളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് ഒരു സത്യവിശ്വാസിക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഖബ്ബാബ് ബിൻ അൽ-അറത്ത് എന്ന് പറയുന്ന 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. ഉമ്മു അൻമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യജമാനത്തിയുടെ പേര്. യജമാനത്തിയുടെ അനുവാദമില്ലാതെ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു പാവം മനുഷ്യനായിരുന്നു ഖബ്ബാബ് ബിൻ അൽ-അറത്ത്. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത്
പഴിപ്പിച്ച ഇരുമ്പിന്റെ കഷ്ണം അമർത്തി വെച്ച് അദ്ദേഹത്തെ മൃഗീയമായി പീഡിപ്പിച്ചു. കൂട്ടിയിട്ട വിറകിൻ കഷ്ണങ്ങൾക്ക് മുകളിലൂടെ അദ്ദേഹത്തിന്റെ ശരീരത്തെ വലിച്ചിഴക്കപ്പെടുന്ന ഭീതിതമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയ സാഹചര്യമുണ്ടായി. അങ്ങനെ പീഡന പർവ്വങ്ങൾ താണ്ടുകയും അനുഭവിക്കുകയും ചെയ്ത അദ്ദേഹം മർദ്ദനത്തിന്റെ ചാട്ടവാറടിയേറ്റ കരിവാളിച്ച പാടുകളുമായിട്ട് ശരീരമെമ്പാടും ചുട്ടുപഴിപ്പിച്ചു വെച്ച ഇരുമ്പിൻ കഷ്ണങ്ങളുടെ കറുത്ത കരിപ്പാടുകളുമായിട്ട് ആ പാവം മനുഷ്യൻ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്ന ആ മനുഷ്യൻ പ്രിയപ്പെട്ട റസൂലിനോട് ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ, പ്രിയപ്പെട്ട റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കാത്തത്? പീഡന പർവ്വങ്ങൾ അനുഭവിച്ച് വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ആഹരിക്കുവാനും ആരാധന നടത്തുവാനുള്ള സ്വാതന്ത്ര്യം അപ്പാടെ നിഷേധിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി കേട്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട റസൂലേ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കാത്തത്? അലാ തദുഅല്ലാഹ ലനാ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട നബിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കേട്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കാത്തത് എന്ന് പ്രിയപ്പെട്ട ഖബ്ബാബ് ബിൻ അർതു എന്ന് പറയുന്ന സഹാബി വര്യന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിമിഷം മാത്ര നേരത്തേക്ക് നിശബ്ദനായിരുന്നുവെങ്കിലും തന്റെ മുന്നിലേക്ക് വന്ന മർദ്ദനത്തിന്റെ കരിപ്പാടുകൾ ശരീരത്തിലെമ്പാടും ഏറ്റുവാങ്ങിയ ചാട്ടവാറന്റെ സീൽക്കാരങ്ങൾക്കനുസരിച്ച് ചായുവാനും കുനിയുവാനും വിധിക്കപ്പെട്ട യജമാനത്തിയുടെ മർദ്ദനത്തിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പേറി വന്ന ത്യാഗനിബദ്ധമായ വിശ്വാസ ജീവിതം നയിച്ച 20 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഖബ്ബാബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർവീക ജനതയുടെ ത്യാഗത്തിന്റെ കഥകള് ഓർമ്മപ്പെടുത്തുകയാണ്. അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട റസൂൽ അവരോട് പറഞ്ഞു, വിശ്വസിച്ചതിന്റെ പേരിൽ തല മുതൽ ഉള്ളം കാലുവലേക്കും ഈർച്ചവാല് കൊണ്ട് ശരീരം രണ്ടായി മുറിച്ചു മാറ്റപ്പെട്ട ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സഹാബി വര്യനായ ഖബ്ബാബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്തു. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നൂറുകൾ അനുഭവിച്ച ത്യാഗത്തിന്റെ കഠിനതരമായ വഴികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാട്ടുകയാണ്. സുൻആഉം ഹദർമൗത്തും എന്ന് പറയുന്നത് യമനിലെ 2 പട്ടണങ്ങളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വഴിക്കൊള്ളക്കാരെ കൊണ്ട് നടക്കാൻ വളരെ ദുർലഭമായി മാത്രം മനുഷ്യൻ സഞ്ചരിക്കുന്ന വഴിക്കൊള്ളക്കാർ സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കുന്ന ഭീതിതമായ ഒരു അവസരം നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലയതിമന്ന ഹാദദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലയതിമന്ന ഹാദൽ അംർ, ഈ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുന്ന ഒരു ഘട്ടം വരും. സുൻആയിൽ നിന്ന് ഹദർമൗത്തിലേക്ക്, ഹദർമൗത്തിൽ നിന്ന് സുൻആയിലേക്ക് ഒരു സ്ത്രീക്ക് നിർഭയത്വത്തോടുകൂടി നടക്കാൻ കഴിയുന്ന ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള ആട്ടിൻകുട്ടിയെ ചെന്നായ പിടിക്കുമെന്നുള്ള ഭയമില്ലാതെ ഒരു അശ്ലീലത ബുദ്ധിയ കണ്ണുകൾ കൊണ്ട് ഒരു പെണ്ണിനും ഒരു നേട്ടമേൽക്കേണ്ടി വരാത്ത ഒരു കാലഘട്ടം, സമാധാനത്തിന്റെ സ്വച്ഛന്ത സുന്ദരമായ ഒരു ഭാവിയിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പോകുന്നത് എന്ന് പ്രിയങ്കരനായ ഖബ്ബാബ് എന്ന് പറയുന്ന സഹാബി വര്യനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗമെന്ന് പറയുമ്പോ ഭൗതികവാദികളുടെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടുകഥയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെന്നാണ് പുതിയ ലോകത്തെ ലിബറലിസത്തിന്റെ വക്താക്കൾ മനുഷ്യരാശിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രധാനമായും അവർക്ക് 2 തത്വങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന് സ്വാതന്ത്ര്യതാവാദമാണ്. സ്വാതന്ത്ര്യതാവാദം മതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയാണ്. പുതിയ ലോകത്തെ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണെങ്കിലും പുതിയ ലോകത്തെ ലിബറലിസം അത് നിയോ ലിബറലിസമാണ്. അവിടെ ഫെമിനിസം ഉണ്ട്, ഹ്യൂമനിസം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ആധുനികമായ എല്ലാ വാദങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് മതത്തിന്റെ ധാർമ്മികതയെ കൊഞ്ഞനം കുത്തുകയും പോരിന് വിളിക്കുകയും ചെയ്യുന്ന ഒരാശയധാരക്കാണ്, ഒരാധുനിക ചിന്താഗതിക്കാണ് എന്ന് ലിബറലിസം എന്ന് പറയുന്നത്. പുരോഗമനം പറയുന്ന പ്രസ്ഥാനങ്ങൾ പോലും ലിബറലിസത്തിന്റെ വക്താക്കളായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കടന്നു പോകുന്നത്.
പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവർ കുത്തിവെക്കുന്ന വിശാംശങ്ങൾ എത്രമാത്രം അപകടകരമായിട്ടാണ് തലമുറകളെ ബാധിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നമ്മളൊക്കെയും അറിയുകയാണ് ഓരോ നിമിഷവും. തൊട്ടടുത്ത സമയത്താണല്ലോ പ്രിയപ്പെട്ട ഉമ്മയെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയായിരുന്നു അത്രേ. ലഹരിക്കെതിരെ കാമ്പയിൻ നടത്തുകയും ലഹരി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരിരട്ടത്താപ്പ്, അതിന് വേണമെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതാണ് വൈരുദ്ധ്യാത്മകത. ഒരേ സമയം ലഹരിക്കെതിരെ തങ്ങൾ കാമ്പയിൻ നടത്തുന്നു എന്ന് അവകാശപ്പെടുകയും അതേസമയം നിർലോഭമായി മദ്യം ഉപയോഗിക്കാൻ, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ തലമുറകൾക്ക് അവസരം നൽകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് പ്രിയപ്പെട്ടവരെ, പുരോഗമനം പറയുന്നവർ പോലും ലോകത്ത് വളരെ നിർബാധം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവര് പഠിപ്പിക്കുന്നു, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങളെ തടഞ്ഞു വെക്കാൻ നിങ്ങൾ തലയിൽ തുണിയിടണമെന്ന്. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ യൂണിഫോമുകൾ നമ്മുടെ തലമുറയിലെ കൊച്ചുകുട്ടികളെ പോലും ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ ഇവിടെ മതം പഠിച്ചവർ, ധാർമ്മികതയുടെ വക്താക്കളായി അറിയപ്പെടുന്ന മതത്തിന്റെ വക്താക്കൾ പറയും അത് തലമുറകളിൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോ അവരെ നോക്കിയിട്ട് പുരോഗമനവാദികൾ പറയുന്നത് നിങ്ങൾക്ക് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സ്വതന്ത്രതാവാദമാണ് ലിബറലിസത്തിന്റെ ഒന്നാമത്തെ തത്വം. സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്നത് ഉമ്മയാണെങ്കിൽ, വാപ്പയാണെങ്കിൽ, മഹല്ല് കമ്മിറ്റിയാണെങ്കിൽ, നാട്ടിലെ ധാർമ്മികമായ ചുമതല നിർവഹിക്കുന്ന ഒരു ക്ലബാണെങ്കിൽ, ആരുമാണെങ്കിലും ശരി, ആ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരാളെയും നിലക്കു നിർത്തരുത് എന്നാണ് ആധുനികവാദത്തിന്റെ വക്താക്കൾ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുന്നത്. അവര് പറയുന്നത് ആസ്വാദ്യതാവാദമാണ്. പരമാവധി ആസ്വദിക്കുക, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട തലമുറയിലെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുകയാണ്. അടിച്ചു പൊളിക്കേണ്ടതാണ് ജീവിതം, ആവോളം ആസ്വദിക്കേണ്ടതാണ് ഈ ജീവിതം. ആസ്വാദ്യതയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഉപചരിക്കാം, മദ്യം ഉപയോഗിക്കാം, എന്തു വേണമെങ്കിലും ചെയ്യാം, അധാർമികതയുടെ ഏത് വഴികളിലൂടെയും സഞ്ചരിക്കാം. മനുഷ്യ ജീവിതത്തിന് സന്തോഷം പകരുന്ന എന്തും അത് മറ്റൊരാൾക്ക് പ്രയാസകരമാകാത്തിടത്തോളം കൂടെ കാലം നമുക്ക് ചെയ്യാമെന്നാണ് ലിബറലിസം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അവരാണ് നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്നത്. അവര് പറയുന്നു, മതം വീട്ടിലിരിക്കട്ടെ, മതം പള്ളിയിലിരിക്കട്ടെ, മതം എന്തിനാണ് സമൂഹത്തിലേക്ക് വരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പസുകളിൽ ഞങ്ങളുടെ ജീവിതം ജീവിക്കട്ടെ, ഞങ്ങൾ തെരുവുകളിൽ ആർത്ത് ഉല്ലസിക്കട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്വകാര്യ നിമിഷങ്ങളിൽ വല്ലാതെ സന്തോഷിക്കട്ടെ, മതം അവിടെ പള്ളിയിലിരിക്കട്ടെ, മതം വീട്ടിലിരിക്കട്ടെ എന്ന് തലമുറകളെ പഠിപ്പിക്കുകയാണ്. ആ തലമുറകളിലെ ചെറുപ്പക്കാർ ആസ്വാദ്യതയാണ് ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് തെറ്റിദ്ധരിച്ചിട്ട് സ്വർഗത്തെ മറന്നവരാണ്. സ്വർഗമെന്ന് പറയുമ്പോൾ പലരും പണ്ടൊക്കെ പറയുന്നത് അതൊക്കെ നമ്മുടെ മൗലവിമാരോ അല്ലെങ്കിൽ മതത്തിന്റെ വക്താക്കളോ ഒക്കെ തലമുറകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന ഒരു ചെപ്പടി വിദ്യക്കപ്പുറം സ്വർഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന അപകടകരമായ വാദങ്ങളെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ മുസ്ലിം പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികൾ പോലും, പെൺകുട്ടികളും ആൺകുട്ടികളും ഈ വാദങ്ങളുടെ അപകടകരമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ സ്വർഗം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ അവർക്ക് ട്രോളാനുള്ള, അവർക്ക് പരിഹസിക്കുവാനുള്ള ഒരു വക നൽകുന്നു എന്നതിനപ്പുറത്ത് ഈ സദസ്സ് അവരുടെ കാഴ്ചയിൽ മറ്റൊരു പ്രസക്തിയുമില്ലാത്ത ഒന്നായി മാറുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെയും 6-ാം നൂറ്റാണ്ടുകാരാണ്. 6-ാം നൂറ്റാണ്ടെന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്, അത് മറ്റൊരു കേസ്. കാരണം 6-ാം നൂറ്റാണ്ടിൽ നമുക്കൊന്നുമില്ല, നമുക്കുള്ളത് 7-ാം നൂറ്റാണ്ടിലാണ്. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന വളരെ വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചെടുക്കപ്പെട്ട ഒരു സിംബലിലൂടെ കാടന്മാരായി, ആസുരന്മാരായി, അപരിഷ്കൃതരായി, ലോകം തിരിയാത്തവരായി, ആധുനികമായിട്ടുള്ള ഒന്നിനോടും സംവദിക്കാൻ കെൽപ്പില്ലാത്തവരായി ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള പ്രൊപ്പഗണ്ട യഥാർത്ഥത്തിൽ ലിബറലിസത്തിനെതിരെ നിന്നവർ പോലും അതിന്റെ വക്താക്കളാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മൾ സ്വർഗത്തെ കുറിച്ച് സംസാരിക്കുന്നത്.
സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ത്യാഗത്തിന്റെ വഴികൾ വേണമെന്ന് പറയുമ്പോൾ അവര് പഠിപ്പിക്കുന്നത് ആസ്വാദ്യതയുടെ വഴികളാണ്, അവർ പഠിപ്പിക്കുന്നത് ആനന്ദത്തിന്റെ വഴികളാണ്. ഒരിക്കലും മനുഷ്യന് വിട്ടുകളയാൻ പാടില്ലാത്ത സുന്ദരമായ സുഗതമായ ഐഹികമായ ജീവിതത്തിന്റെ വർണ്ണപ്പകട്ടുള്ള മോഹനമായ കാഴ്ചകൾ വിട്ടിട്ട് എന്തിനാണ് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിന്റെ പിറകെ പോകുന്നത് എന്ന് തലമുറകളോട് പ്രിയപ്പെട്ടവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ മുന്നിൽ ചെറുപ്പക്കാർ ആ ചോദ്യം ഒരിക്കലല്ല അവർ കേൾക്കുന്നത്. ആ ചോദ്യം അവർ കേൾക്കുന്നത് അവരുടെ ഇൻസ്റ്റഗ്രാം റീൽസുകളിൽ കേൾക്കുന്നു, ഫേസ്ബുക്കിലെ സ്റ്റോറികളിൽ കേൾക്കുന്നു. നമ്മുടെ തന്നെ കുടുംബത്തിലെ കുട്ടികൾ പോലും അർത്ഥമറിയാതെ ഒരിക്കൽ ഒരുപക്ഷെ അവരിടുന്നു യോലോ എന്നാണ്. എങ്ങനെയാണ് അത് വായിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക. യോലോ എന്ന് പറഞ്ഞാൽ യു ഒൺലി ലിവ് എന്നാണ്, ഒരിക്കൽ മാത്രമാണ് ജീവിതം. നമ്മുടെ അത് അടക്കം ചെറുപ്പക്കാർ അങ്ങനെയാണ് പറയുന്നത്, ഒരിക്കലാണ് ജീവിതം. ആ ജീവിതം മൗലാനമാർ പറയുന്ന, മുല്ലമാർ പറയുന്ന, മതപണ്ഡിതർ പറയുന്ന, ധാർമ്മികതയുടെ വക്താക്കൾ എന്ന് പറയുന്ന ഇസ്ലാമിക സംഘങ്ങൾ പറയുന്നതായ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാതെ ഒരിക്കൽ മാത്രം ജീവിക്കേണ്ടുന്ന ജീവിതത്തെ നിങ്ങൾ പരമാവധി ആസ്വദിക്കുക എന്ന് നമ്മുടെ തലമുറയിലെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചയുടെ നേരത്താണ് നമ്മൾ പറയുന്നത് സ്വർഗം വേണമെങ്കിൽ ത്യാഗം വേണം. സ്വർഗത്തിന് നമ്മൾ പ്രിയങ്കരമായതൊക്കെ ചെയ്താൽ സ്വർഗത്തിലേക്കല്ല നമുക്ക് പോകാൻ കഴിയുക. നമ്മൾ പ്രിയങ്കരമായ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് നരകത്തിലേക്കാണ് എന്ന് തലമുറകളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് എവിടത്തെ പാഠമാണ് എന്നൊരു പക്ഷേ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന നിർണായകമായ ഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. രീതിശാസ്ത്രങ്ങൾക്ക് കുറച്ചു മാറ്റം വരണം. കാരണം നമ്മൾ ഭീതിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവരാകരുത്, നരകത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവരാകരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗം തരാതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു വെച്ച എന്തോ ഒന്നാണ് എന്ന് എപ്പോഴോ നമ്മുടെ മനസ്സുകളിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഇവിടെ തുടങ്ങിയപ്പോ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു. സ്വർഗം കിട്ടാൻ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കഠിനതരമായ ജീവിതത്തിന്റെ വഴികളെ കുറിച്ച് പറയുമ്പോ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സ്വർഗം എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും കിട്ടാൻ സാധ്യതയൊന്നും ഇല്ലാത്ത കാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 268 തവണയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്വർഗത്തിന് അല്ലാഹു പറയുന്ന പേര് റഹ്മത്ത് എന്ന് ഖുർആനിൽ അല്ലാഹു സ്വർഗത്തെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ കാരുണ്യം അതാണ്. നമുക്കറിയാം, അഭിസാരികയായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിച്ചപ്പോ അവരുടെ സ്വർഗപ്രവേശനത്തിന്റെ ടേണിംഗ് പോയിന്റായി മാറിയത് ഒരു മിണ്ടാപ്രാണിക്ക് ദാഹത്താൽ വരഞ്ഞു മരണത്തെ മുന്നിൽ കണ്ട ഒരു നായയുടെ ചുണ്ട് നനക്കാൻ വേണ്ടിയിട്ട് തന്റെ തുകൽ ചെരുപ്പിൽ ശേഖരിച്ച വെള്ളം നൽകിയതിന്റെ പേരിൽ ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നാളെ മുതൽ തെരുവിൽ കിടക്കുന്ന നായകൾക്കൊക്കെ നമ്മൾ വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകുമെന്നുള്ളതല്ല. അവിടെ ഒരു വലിയ പരിവർത്തനം നടക്കുകയാണ്. ഒരൊറ്റ പ്രവർത്തനം, ഒരേ ഒരു പ്രവർത്തനം, നായക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ അനുഭവിച്ചൊരു മാനസിക പരിവർത്തനമാണ് അവരുടെ ജീവിതത്തിന്റെ സ്വർഗപ്രവേശനത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്നാണ് പരിശുദ്ധ റസൂലിന്റെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് മാത്രമാകുന്നില്ല എന്നാണ്. പക്ഷേ ആ നിർണായകമായിട്ടുള്ള ജീവിതം ഓരോന്നിനും ഓരോ പ്രവർത്തനവും അത് മഹനീയമാകുന്നത്, അത് പ്രധാനപ്പെട്ടതാകുന്നതിന്റെ കോണ്ടക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാവരും കുക്കി വിളിച്ചിരുന്ന, സമൂഹം വിലകൽപ്പിക്കാതിരുന്ന അഭിസാരിക എന്ന് മുദ്രകുത്തി ഒരു പെൺകുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ താൻ തൊട്ടു മുമ്പ് അനുഭവിച്ച ദാഹത്തിന്റെ തീഷ്ണമായ അവസ്ഥയെക്കുറിച്ച് ബോധം വന്നപ്പോ അതേ അവസ്ഥയിലൂടെയാണല്ലോ ഈ മിണ്ടാപ്രാണി കടന്നു പോകുന്നത് എന്ന് ഓർമ്മ വന്നപ്പോ എല്ലാവരും കല്ലെറിഞ്ഞോടിക്കുന്ന നായക്ക് തന്റെ തുകൽ ചെരുപ്പിൽ വെള്ളം ശേഖരിച്ചു നൽകി എന്നുള്ള വലിയ ഒരു മാനസിക വിശാലത. ആ മനസ്സ് പിന്നെ പിന്നെ വലുതായി വലുതായി വരികയാണ്. അങ്ങനെയാണ് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നായക്ക് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു പരിവർത്തനത്തിന്റെ വഴിയാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രയാസകരമായ വഴിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആസ്വാദ്യതയുടെ വഴികളിലേക്ക് നമ്മുടെ തലമുറകളെ കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ട് പുതിയ ലോകത്ത് സിദ്ധാന്തത്തിന്റെ ആധുനികവാദത്തിന്റെ വക്താക്കൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെ പ്രിയപ്പെട്ടവര് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന അനുഗ്രഹീതമായ ഈ സമയം, പരിശുദ്ധമായ റമളാനിന്റെ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് വിശ്വാസികളൊക്കെ ലോകമെമ്പാടും കാത്തിരിക്കുകയാണ്. റജബ് മുതൽ കാത്തിരിക്കുന്നു, ഷഅബാനിലും കാത്തിരുന്നു. പരിശുദ്ധമായ റമളാനിലെ ജീവിതത്തിലേക്ക് എത്തിക്കണേ എന്നുള്ള ഹൃദയംഗമമായ പ്രാർത്ഥനയോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് റമളാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. ആ റമളാനിൽ തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ നിന്നും ഒരു വാതിലും ആ റമളാൻ അവസാനിക്കുന്നത് വരെയും അള്ളാഹു അടക്കില്ല. വാതിലുകൾ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. നരകത്തിന്റെ വാതായനങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഒരു വാതിലും റമളാൻ കഴിയുന്നത് വരേക്കും തുറന്നു വെക്കില്ല. പൈശാചികമായ ദുർപ്രേരണകളെ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ചിന്തകൾക്ക് പരിവർത്തനമുണ്ടാക്കി മനുഷ്യനെ തെറ്റിലേക്ക് വഴിനടത്തുന്ന പൈശാചികമായ ചിന്താശക്തികളെ മുഴുവനും അള്ളാഹു വലങ്ങിട്ടു ബന്ധിക്കുന്ന, ചങ്ങലക്കിടുന്ന മാസമാണ് അനുഗ്രഹീതമായ റമളാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ റമളാനിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. റമളാനിലേക്ക് കടക്കുന്ന സമയത്ത്, ആ സ്വർഗം നമ്മെ മാടി വിളിക്കുന്ന ഈ സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം. എന്താണ് സ്വർഗം? വർണ്ണാഭമാണ് സ്വർഗം. വർണ്ണനകളിൽ ഒതുങ്ങാത്ത, ഭാവനകളിൽ ഒതുങ്ങാത്തതാണ് സ്വർഗം. ആ സ്വർഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ എത്ര നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും കുത്തുവാക്കുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്തു നന്മ ചെയ്താലും അതിനെ വിമർശിക്കുന്ന ചില മനുഷ്യരുണ്ട്. അള്ളാഹു സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ ലാ ഫിഹാ ലഗ്വുൻ, അത്തരത്തിലുള്ള പാഴ്വാക്കുകൾ കേൾക്കാത്ത, കുത്തുവാക്കുകൾ അനുഭവിക്കേണ്ടി വരാത്ത ഒരു ഇടമാണ് സ്വർഗം. സ്വർഗത്തിന്റെ ഓരോ പ്രത്യേകതകൾ, സ്വർഗത്തിന്റെ ഓരോ മസീയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മോഹിപ്പിക്കുന്നത് മനുഷ്യനെ. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫറോവൻ എന്ന് പറയുന്ന റാംസെസ് രണ്ടാമനെന്ന് ചരിത്രത്തിൽ വിശ്വതനായ ഭരണാധികാരിക്ക് മുന്നിൽ മാഷുത എന്ന് പറയുന്ന സത്യവിശ്വാസിയായ സ്ത്രീയെ കൊന്നുകളഞ്ഞപ്പോ അന്നുവരേക്കും താൻ മറച്ചു വെച്ചിരുന്ന വിശ്വാസത്തെ ആസിയ ബീബി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തെ വെളിപ്പെടുത്തിയത് അവർക്ക് ആ സ്വർഗത്തെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു. സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിന്റെ വ്യാഖ്യാതാക്കൾ മുഴുവൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന. ഫറോവൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതിയുടെ നിഷ്ഠൂരമായ കരങ്ങളിൽ പിടയുമ്പോ, കിങ്കരന്മാർ അവരെ വല്ലാതെ പീഡനങ്ങൾക്ക് വിധേയമാക്കുമ്പോ അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരാകാശത്തിന്റെ ചെരുവിലേക്ക് മൃതപ്രായയായ ശരീരത്തിൽ ഉയർത്താൻ കഴിയാത്ത കൈകൾ, ചിമ്മി കടഞ്ഞു പോകുന്ന തന്റെ കണ്ണുകള് ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഉയർത്തി വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് റബ്ബി ബിനിലി, അല്ലാഹുവേ എനിക്ക് വേണ്ടി നീ പടുതുയർത്തണേ തമ്പുരാനെ. എന്തൊക്കെ ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു ഭവനമുണ്ടാക്കണേ തമ്പുരാനെ. അവരുടെ ചോദ്യം അതായിരുന്നു. വിശ്വാസിയായ ഒരു പെൺകുട്ടിയുടെ മരണം താങ്ങാൻ കഴിയാതെ തന്റെ മനസ്സിലും വിശ്വാസത്തിന്റെ കണികയുണ്ട് എന്ന് ഭർത്താവിന്റെ മുന്നിൽ ധൈര്യസമേതം വെളിപ്പെടുത്തിയ ആസിയ എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ വെളിപ്പെടുത്താതെ ഭർത്താവിന്റെ ഒപ്പം നിന്നിരുന്നുവെങ്കിൽ ചാമരം വീശാൻ വേണ്ടി അനുചര വൃന്ദമുണ്ടാകുമായിരുന്നു. പട്ടുപിതച്ച വസ്ത്രങ്ങളിലും താരങ്ങളിലും അവർക്ക് ആഹാരം വിതരണം ചെയ്യാൻ പരിചാരകരുണ്ടാകുമായിരുന്നു. അവർക്ക് സുഗതമായ ജീവിതം നയിക്കാമായിരുന്നു. സ്വർണത്തിന്റെയും കനകത്തിന്റെയും കങ്കങ്ങളണിഞ്ഞ ജീവിതത്തെ വളരെ മനോഹരമായ രീതിയിൽ രൂപപ്പെടുത്തുവാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടായിരുന്ന നൈൽ നദി പോലും തന്റെ അധീനതയുടെ കീഴിലാണെന്ന് അവകാശപ്പെട്ട ഏകാധിപതിയായ ഫറോവന്റെ ഭാര്യയായിരിക്കുന്ന സ്വപ്നതുല്യമായ പദവിയെ അവഗണിച്ചുകൊണ്ട് അവര് തന്റെ വിശ്വാസത്തെ വെളിപ്പെടുത്തിയപ്പോ നിഷ്ഠൂരമായ വർധനത്തിന് വേണ്ടി തയ്യാറായ ഫറോവൻ
ഫറോവന്റെ കിങ്കരന്മാരുടെ ക്രൂരമായ പീഡന പർവ്വങ്ങൾ സഹിക്കുന്ന വേളയിൽ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, ആകാശത്തിന്റെ ചെരുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അവര് പറഞ്ഞത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ തമ്പുരാനെ നിന്റെ അടുക്കൽ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു സ്വർഗം പണിയണേ തമ്പുരാനെ, സ്വർഗത്തിലൊരു ബൈത്ത് പണിയണേ തമ്പുരാനെ, ഒരു ഭവനം പണിയണേ തമ്പുരാനെ. ഐഹികമായ ജീവിതത്തിൽ മനുഷ്യൻ അഭിലേഷിക്കുന്ന ഈ സ്വർഗം പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യരുടെ പുതിയ ജീവിതത്തിന്റെ പുതിയ വീടിന്റെ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിരലമർത്തിയാൽ ജനാലവിരികൾ മാറിപ്പോകുന്ന, ഒരു വിരലമർത്തിയാൽ ഗേറ്റ് തുറക്കുന്ന പ്രത്യേകമായ ആധുനികമായിട്ടുള്ള ഏറ്റവും ശക്തമായ സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ഭൗതികമായ ഭവനത്തിന്റെ ഉള്ളിൽ മനുഷ്യൻ ജീവിക്കുമ്പോ, മനുഷ്യന് ഈ ഐഹികമായ ജീവിതം ഇവിടെ സ്വർഗം പണിയാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ശ്രമിക്കുമ്പോ, ഇവിടത്തെ സ്വർഗവും ആഖിറത്തിലെ സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇബ്നു ജരീർ എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാവ് പറയുന്നു, ഇവിടത്തെ സ്വർഗവും അവിടത്തെ സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം പേരിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്ന പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പഴം, വെള്ളം, അരുവി ഒന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഉണ്ട്, സ്വർഗത്തിലും ഉണ്ട്. ആ പേര് മാത്രമേ സമാനതയുള്ളൂ, മറ്റൊന്നും സമാനതയില്ല. കാരണം എത്രയൊക്കെ പണിയാൻ ശ്രമിച്ചാലും സ്വർഗം പണിയാൻ, ഈ ഭൂമിയിൽ സ്വർഗം പണിയുക എന്ന് പറയുന്ന പ്രയോഗം തന്നെ അർത്ഥശൂന്യമായ പ്രയോഗമാണ്. അങ്ങനെ ഒരു പ്രയോഗമില്ല. ഭൂമിയിൽ ഒരാൾക്കും സ്വർഗം പണിയാൻ സാധ്യമല്ല, ഒരിക്കലും സ്വർഗം പണിയാൻ സാധ്യമല്ല. സ്വർഗം പണിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്താണ്? മരണമാണ്. അള്ളാഹു പറയുന്നു, സ്വർഗത്തിൽ മരണമില്ല, സ്വർഗത്തിൽ മരണമില്ല. മരണമില്ലാത്ത ഇടമാണ് സ്വർഗം. വീട് പണിതുണ്ടാക്കുമ്പോഴേക്കും നെഞ്ചിന്റെ ഇടതുകോണിൽ ഒരു വേദന അനുഭവപ്പെടും. അത് പൊത്തി ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട്. പണിതുയർത്തിയ വീട്ടിൽ ഒരു ദിവസം പോലും കിടക്കാൻ കഴിയാതെ മരിച്ചുപോയ എത്ര പേരെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിന്റെ വ്യത്യാസം അതാണ്. മരണം ഭയന്ന് ഓരോ നിമിഷവും മനുഷ്യരിവിടെ ജീവിക്കുമ്പോ സ്വർഗത്തിൽ മരണമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തൊക്കെ സംവിധാനിക്കാൻ ശ്രമിച്ചാലും പേരുകൾ മാത്രമാണ് സമാനമാകുക. അതിനപ്പുറത്തേക്ക് സ്വർഗത്തിൻ്റെത് എന്ന് പറയുന്ന ഒന്നും മനുഷ്യന് ഒരിക്കലും ഈ ഭൂമിയിൽ നിർമ്മിക്കാൻ സാധ്യമല്ല. നിർമ്മിക്കുന്നതിനൊന്നിനും യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷെ സ്വർഗത്തിന് ഗ്യാരണ്ടി ഉണ്ട്. ഉക്കുലുഹാ ദാഇമൻ, അവിടുത്തെ ഭക്ഷണം ദായിമാണ്, ഗ്യാരണ്ടി ഉള്ളതാണ്. വളില്ലുഹാ, അതിന്റെ തണലും നിത്യമായതാണ്, ഗ്യാരണ്ടി ഉള്ളതാണ്. സ്വർഗം ഗ്യാരണ്ടി ഉള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഐഹികമായ ജീവിതത്തിൽ പടുതുയർത്തുന്ന ഒരു പുരുഷായുസിന്റെ സമ്പത്ത് മുഴുവൻ മനുഷ്യൻ വിനിയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൊട്ടാര സമാനമായ സൗധങ്ങൾ, അത് സ്വർഗമല്ല. അത് വെറും മണൽ കൊട്ടാരങ്ങൾ മാത്രമാണ്. അത് വെറും മണൽ കൊട്ടാരങ്ങൾ മാത്രമാണ്. ഇന്നലെ മരിച്ച കുട്ടിയും ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരേക്കും മരണപ്പെട്ട സകലമാന മനുഷ്യരും പറയുന്നത്, സ്വപ്നത്തിന്റെ പേരിൽ പണിതുയർത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒന്നിനും ഒരു ഗ്യാരണ്ടിയുമില്ല. അവിടെ മനുഷ്യന് ഭയമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയൂ പ്രിയപ്പെട്ടവരെ? ഭയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹുവിന് സ്വർഗത്തിൽ ഭയമില്ല. അവിടെ ദുഃഖവും ഇല്ല, ഭയവും ഇല്ല. ഫുൾ ഫ്രീ ആണ്, ടെൻഷൻ ഫ്രീ ആയി മനുഷ്യന് ജീവിക്കാൻ. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഐഹിക ജീവിതത്തിന്റെ സംവിധാനങ്ങൾ മുഴുവനും തന്റെ മുന്നിൽ മലർക്കെ തുറന്നു വെക്കപ്പെട്ടപ്പോഴും വിശ്വാസത്തിന്റെ ശക്തി ബോധ്യപ്പെട്ടപ്പോ തന്റെ വളർത്തുപുത്രനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകളിൽ നിന്ന് അജയ്യനും അദ്വിതീയനും അപരിമേയ കാരുണ്യത്തിന്റെ ഉടമസ്ഥനുമായ പടച്ചതമ്പുരാനെ ബോധ്യപ്പെട്ടപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭയന്നിട്ട് സത്യവിശ്വാസം മറച്ചു വെച്ചുവെങ്കിലും തന്റെ സഹപ്രവർത്തകയായ വിശ്വാസിയായ വനിത നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു പോയപ്പോ ഇനി താൻ തന്റെ വിശ്വാസം മറച്ചു വെക്കുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ട് ഉറക്കെ വിശ്വാസത്തെ വിളിച്ചു പറഞ്ഞ ആ ആസിയ എന്ന് പറയുന്ന ഫറോവൻ ചക്രവർത്തിയുടെ ഭാര്യ നിഷ്ഠൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കപ്പെടുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്യുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന നജ്നി മിൻ ഫിർഔന വ
അമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, അക്രമികളായ ഫറോവന്റെയും അവന്റെ പിന്മുറക്കാരുടെയും അനുചരന്മാരുടെയും കൈകളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ കാണുന്ന കൊട്ടാരത്തിന്റെ ചുറ്റുപാടും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഞാൻ ഇന്നു മുതൽ കാണുന്നില്ല. ഇന്നു മുതൽ ഞാൻ നിന്റെ പക്കലേക്ക് വരികയാണ് തമ്പുരാനെ. ആ അവസരത്തിൽ നീ എനിക്ക് വേണ്ടി കിട്ട സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കണേ എന്ന് ആസിയ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, അവർ സ്വർഗം കണ്ടിട്ടാ മരിച്ചത്. സ്വർഗം മനുഷ്യന് ഇത്രയും സൗകര്യം പടച്ചവനല്ലാതെ വേറെ ആരാ പ്രിയപ്പെട്ടവരെ? സ്വർഗം, ഇവരൊക്കെ ഈ ഭൗതികവാദികൾ പറയുന്നത് പോലെ സ്വർഗം നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ സ്വർഗം കണ്ടവരെ പരിശുദ്ധമായ ഖുർആൻ നമ്മ പരിചയപ്പെടുത്തുകയാണ്. പുഞ്ചിരിച്ചിട്ടാ ഫതബസ്സമത്. ആ സ്വർഗം കണ്ടപ്പോൾ അവരുടെ മനസ്സിന്റെ, അവരുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ സ്വർഗം കണ്ടിട്ടാണ് അവർ മരിച്ചത്. സൂറത്ത് യാസീൻ എപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീൻ ഉണ്ടല്ലോ. ആ സൂറത്ത് യാസീനെ സോഹബി യാസീൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഹബീബുൻ നജ്ജാർ എന്ന. ഹബീബുൻ നജ്ജാർ എന്ന പേരുള്ള അന്താക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് സത്യവിശ്വാസത്തിന്റെ പ്രബോധനമായി ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ 3 ശിഷ്യന്മാര് വന്നു. അത്ര 2 പേര് വന്നു. അങ്ങനെ മൂന്നാമത് ഒരാളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തിപ്പെടുത്തി എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മദീന, അങ്ങ് ആ ഗ്രാമത്തിന്റെ അങ്ങേ ഭാഗത്തുനിന്ന് മനുഷ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, തബിഉൽ മുർസലീൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പറയുന്ന മനുഷ്യരെ വിശ്വസിക്കണം. കാരണം അവർ പറയുന്ന കാര്യത്തിന്റെ സത്യസന്ധത എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു വന്ന മനുഷ്യനാണ് ഹബീബുൻ നജ്ജാർ. അദ്ദേഹത്തിനെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ സോഹിബ് യാസീൻ എന്ന് പറയുന്നത്. യാസീനിന്റെ വക്താവാണ് അദ്ദേഹം. യാസീനിന്റെ വക്താവായ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മനുഷ്യൻ തനിക്ക് സത്യം ബോധ്യപ്പെടുത്തി തന്ന 3 പേരെ വധിക്കാൻ വേണ്ടിയിട്ട് തന്റെ സമൂഹം വളഞ്ഞു വെച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോ അദ്ദേഹം ഓടിയെത്തി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി. ഓടിയെത്തിയെന്ന് മാത്രമല്ല, തന്റെ വിശ്വാസത്തെ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അദ്ദേഹം വേണമെങ്കിൽ ആ ഗ്രാമത്തിന്റെ അങ്ങേ തലക്കിൽ സുഗതമായി അദ്ദേഹത്തിന് ജീവിക്കാം. ഈ വന്ന 3 പേരുമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. അവരെ സംരക്ഷിക്കാതെ തന്റെ മാത്രം സുരക്ഷ നോക്കിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ആയാസപ്പെട്ടിട്ട് അദ്ദേഹം അങ്ങേ തലക്കൽ മിൻ അഖ്സൽ മദീന, അങ്ങേ തലക്കൽ നിന്ന് ഓടി വന്നു എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തന്റെ സുഗതമായ ജീവിതത്തിന്റെ ഭാവിയെ നോക്കിയിട്ട് തനിക്ക് പരിചയമില്ലെങ്കിലും സത്യം പറഞ്ഞ 3 പേര് വധിക്കപ്പെടുന്ന നിഷ്ഠൂരമായ കാഴ്ച കണ്ടു മാറി നിൽക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിശ്വാസം അനുവദിച്ചില്ല. എന്തുകൊണ്ടാ ലോകത്ത് എല്ലാ നീതികേടുകൾക്കെതിരെയും മുസ്ലിം പ്രതിരോധിച്ചു പോകുന്നത്? എന്തുകൊണ്ടാ? അങ്ങ് ഫലസ്തീനിൽ പാവപ്പെട്ട ഗസയിലെ ജനതകൾ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന 3 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയുടെ മുകളിലേക്ക് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ടോമോഹാക്ക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും വധിച്ചിട്ട് ടങ്കറുകൾ കൊണ്ടുവന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരിത്തിരി മണ്ണ്, വളരെ ചുരുങ്ങിയ മണ്ണ് മാത്രമാണ് ഗസക്കുള്ളത്. കടൽ പ്രദേശമാണ്. ആ കടലിന്റെ ഉള്ളിൽ പോലും നങ്കൂരമിട്ടിരിക്കുന്നു. കടൽ പ്രദേശത്തുള്ളവർ അവർക്ക് വിശപ്പുണ്ടായാൽ കടലിലിറങ്ങിയിട്ട് മത്സ്യം പിടിക്കാം. പക്ഷേ 10 നോട്ടിക് മൈലിനപ്പുറത്തേക്ക് മത്സ്യം പിടിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ലോകത്തെ ഒരേ ഒരു ജനത ഫലസ്തീനിലെ ജനതയാണ്. ഫലസ്തീനിലെ ജനതയാണ് പ്രിയപ്പെട്ടവരെ. മണൽ പരപ്പിൽ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോകും മക്കളെയും കൂട്ടി വൈകുന്നേരം. പക്ഷേ വീട്ടിന്റെ മുന്നത്ത് പാറിക്കളിക്കുന്ന മണലിലൊന്ന് പാദമൂന്നാൻ അവസരമില്ലാത്ത ജനതയുടെ പേരാണ് ഫലസ്തീൻ ജനത, ഗസൻ ജനത. ആ ജനത മണൽ പരപ്പിൽ പട്ടം പറത്തി കളിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ നെഞ്ചിലേക്ക് വെടിവെച്ച ഭീകരമായ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളുടെ കഥയാണ് ഗസക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഉന്മാദം ബാധിച്ച ഒരു ഭരണാധികാരി പറയുന്നു, ഗസയെ ഞങ്ങൾ വിലക്ക് വാങ്ങും എന്ന്. ലോകത്തനീതിക്കെതിരെ വായ തുറക്കാൻ ഒരാൾക്കും കഴിയില്ലെങ്കിലും ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഒരു പക്ഷേ ഫലസ്തീനിന്റെ പതാക പിടിക്കും. ഈ കൊച്ചു കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുട്ടിച്ചുരുട്ടിയിട്ട് നമ്മൾ മുദ്രാവാക്യം വിളിക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമുള്ള മനുഷ്യന് നീതികേട് കണ്ടു നിൽക്കാൻ കഴിയില്ല. വിശ്വാസമുള്ള മനുഷ്യന് അനീതിക്കെതിരെ ശബ്ദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.
വിശ്വാസി എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങേ തലക്കിൽ നിന്ന് ഓടി വന്ന ഗ്രാമവാസിയായ അന്താക്കിയിൽ ഹബീബുൻ നജ്ജാർ എന്ന് പേരുള്ള മനുഷ്യൻ വേണമെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടില്ല എന്ന് വെക്കാമായിരുന്നു. തന്റെ ജീവിതം സുരക്ഷിതമാക്കുമായിരുന്നു. ഈ കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ ഒരൊറ്റയാൾ പോരാളിയായി താൻ നിന്നാൽ പരാജയപ്പെട്ടു പോകുമെന്ന് 100% അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. താൻ തോറ്റുപോകുമെന്നറിയാം. ജയിച്ച് തെമ്മാടിയാകുന്നതിനേക്കാൾ നല്ലത് തോറ്റു മാന്യനാവുകയാണ് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം തോൽക്കാൻ തീരുമാനിച്ചു. ആ തോൽവി ഭൗതികതയുടെ പരിമിതമായ കാഴ്ചപ്പാടിൽ തോൽവിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം വിജയകരമായിട്ടുള്ള പടവുകൾ കയറിപ്പോയി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമുള്ളവൻ അനീതി കണ്ടു നിൽക്കാൻ കഴിയില്ല, തിന്മയോട് രാജിയാകാൻ കഴിയില്ല. സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ അവന്റെ മനസ്സ് എപ്പോഴും നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം വളരെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ കടന്നു വന്ന് തന്റെ സഹപ്രവർത്തകരല്ലെങ്കിലും ജീവിതത്തിലൊരിക്കൽ മാത്രം താൻ കണ്ടിട്ടുള്ള ആ മനുഷ്യരെ നിഷ്ഠൂരമായി വധിക്കാൻ സദസ്സൊന്നടങ്കം തയ്യാറായി. ഗ്രാമവാസികൾ ഒന്നടങ്കം വളഞ്ഞു പിടിച്ചിട്ട് ആ മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോ ആ പാവം മനുഷ്യൻ ഓടിക്കിതച്ചവിടേക്ക് എത്തിയിട്ട് ആ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ ലോകത്തെ പടച്ച ഞങ്ങളെ മുഴുവനും നമ്മുടെ ജീവിതം തന്ന് അവസാനം നമ്മെ മടക്കി വിളിക്കുന്ന പടച്ചതമ്പുരാനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളും ആരാധിക്കണം. ഈ പാവപ്പെട്ട മനുഷ്യരെ കൊലക്കു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യരുത്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞുവെങ്കിലും ആ ഒറ്റപ്പെട്ട പാവം മനുഷ്യൻ, ഗ്രാമീണനായ മനുഷ്യൻ, ആരുടെയും പിന്തുണയില്ലാത്ത, സത്യവിശ്വാസത്തിന്റെ തരിമാത്രം മനസ്സിൽ ഒരു കനല് പോലെ ജ്വലിക്കുന്ന, അതിന്റെ പേരിൽ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അധർമ്മത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ നട്ടലിന്റെ കശേരുക്കൾക്ക് ബലമുണ്ടായിരുന്ന ആ പാവം ഗ്രാമവാസിയായ മനുഷ്യൻ വധിക്കപ്പെടുന്നു എന്നാണ്. അദ്ദേഹം വധിക്കപ്പെടുന്നു എന്നാണ് പരിശുദ്ധമായ ഖുർആനിലെ യാസീനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വധിക്കപ്പെടുന്ന സമയത്ത് ഞാനിത് പറഞ്ഞത് അള്ളാഹുവിന്റെ രീതിശാസ്ത്രം സ്വർഗം എവിടെയോ കിടക്കുന്ന സ്വർഗത്തെ വർണ്ണിക്കുകയല്ല. ആ സ്വർഗത്തിൽ പ്രവേശിച്ച അത് അനുഭവിച്ച ചില മനുഷ്യരുടെ ആത്മഗതങ്ങൾ കൂടി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ വന്നപ്പോ അദ്ദേഹത്തെ കൊലവിളിച്ച ആ സമൂഹത്തിന്റെ മുന്നിൽ അക്ഷോഭ്യനായി മരണം വരിച്ച ആ മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, മരണം നേർക്കുനേരെ വന്നപ്പോ കൊലവിളിച്ച് പാഞ്ഞെടുത്ത സമൂഹത്തിന്റെ മൂർച്ചയേറിയ ആയുധം കൊണ്ട് മരണം വരിച്ചു വീണ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ ജീവിതത്തിന്റെ ഘട്ടം അവസാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും വ്യാപിച്ചിരുന്ന ആത്മാവിന്റെ കണിക അവസാനത്തെ കണികയും പൊടിഞ്ഞു പോകുന്നതിന്റെ മുന്നിൽ ആ മനുഷ്യനോട് പടച്ച തമ്പുരാൻ പറഞ്ഞു, ദുഖുലിൽ ജന്നാ, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. ഫദഖലഹാ ഹയ്യാ, അങ്ങനെ അയാൾ ജീവനോടുകൂടി തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത് യാസീനില്ലെങ്കിലും അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഖീല ദുഖുലിൽ ജന്നാ, സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് പറഞ്ഞു. അപ്പോ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോ ആ സ്വർഗത്തിന്റെ മധുര മനോജ്ഞമായ സുന്ദരമായ കാഴ്ചകൾ അദ്ദേഹം കണ്ടു. ആ സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾക്ക് മുന്നിൽ അദ്ദേഹം അസ്തപ്രജ്ഞനായി നിൽക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എന്നെ കല്ലെറിഞ്ഞ് കുക്കി വിളിച്ചെന്നെ കൊന്നുകളഞ്ഞ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എനിക്ക് അല്ലാഹു എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ വീണുപോയ സ്ഖലിതങ്ങളൊക്കെയും മാപ്പാക്കി എനിക്ക് പാപമോചനം തരുകയും വജഅലനി മിനൽ മുക്രമീൻ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത വിവരം എന്നെ കല്ലെറിഞ്ഞുകൊണ്ട അബദ്ധ സഞ്ചാരത്തിന്റെ വക്താക്കളായ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആത്മഗതം ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സ്വർഗം കണ്ടയാളാണ് ഹബീബുൻ നജ്ജാർ, സ്വർഗം കണ്ടയാളാണ്. അദ്ദേഹം പറഞ്ഞു, ജഅലനി മിനൽ മുക്രമീൻ, എന്നെ ബഹുമാന്യരിൽ പെടുത്തി പടച്ചവൻ എന്നെ ആദരിക്കാതെ, എന്നെ റെസ്പെക്ട് ചെയ്യാതെ, എന്നെ കല്ലെറിഞ്ഞു കൊന്ന നിങ്ങൾക്ക് എന്റെ പാരത്രികമായ ജീവിതത്തിലെ സ്വർഗീയമായ ജീവിതത്തെ അനുഭവിക്കാനും അറിയാനും സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ മനുഷ്യൻ പറഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രിയപ്പെട്ടവരെ, സ്വർഗം കണ്ടവരുടെ കൂടി അനുഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗം കണ്ടവരുടെ ആത്മഗതം പരിശുദ്ധമായ സൂറത്ത് യാസീനിനെ കൽബുൽ ഖുർആൻ എന്നാണല്ലോ പറയുക. ഖുർആനിന്റെ ഹൃദയഭാഗമായ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കണ്ടവരുടെ ആത്മഗതത്തെ കൂടി പറഞ്ഞു പരിചയപ്പെടുത്തുകയാണ്. ഏത് ഭൗതികവാദി പറഞ്ഞാലും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് അടയാളങ്ങളെയാണ് അള്ളാഹു ജ്വലിപ്പിച്ചു നിർത്തുന്നത്. സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി സ്വർഗം വിളിക്കുന്നു എന്നതിന്റെ സംഘാടകർ നിശ്ചയിച്ചിരിക്കുന്ന ശീർഷകം വെറുതെയല്ല പ്രിയപ്പെട്ടവരെ, മാടി വിളിക്കുകയാണ്. മാലാ ഐനും റഅത്ത്, കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഉദുനുൻ സമീഅത്ത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗമാണ്. വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ പോലും ആകാത്ത മനോഹരമായ സംവിധാനങ്ങൾ കൊണ്ട് സന്നിവേശിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എന്റെ സ്വലിഹീങ്ങളായ അടിമക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കണ്ണ് കാണാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ പോലും ആകാത്ത മനോഹരമായ സൗഭാഗ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂലിന്റെ വാക്കുകൾ. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. റസൂൽ പറയുമെങ്കിലും അത് അല്ലാഹുവിന്റെ വാക്കുകളാണ്. അല്ലാഹുവിന്റെ വാക്കുകളാണ്. പടച്ച തമ്പുരാൻ പറയുകയാണ്, മോഹിപ്പിക്കുന്നതാണ് സ്വർഗം, മനുഷ്യനെ പാടി വിളിക്കുന്നതാണ് സ്വർഗം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മരണം വരിക്കാൻ മനുഷ്യന് ഭയമില്ലാതിരുന്നൊരു ഘട്ടം ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് എന്നെ ഇവിടെ വാഹനത്തിലേക്ക് കൊണ്ടുവന്ന പ്രിയങ്കരനായ സഹോദരൻ കോഴിക്കോട് നിന്ന് ഞങ്ങൾ വാഹനത്തിൽ വരികയാണ്. ഗതാഗത തടസ്സം അനുഭവപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ അനുജന്റെ കുഞ്ഞ് മുകളിൽ നിന്ന് താഴേക്ക് വീണ് കാല് ഒന്ന് ചെറുതായി പൊട്ടിയിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. എനിക്ക് ആ കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മലപ്പുറം പാങ്ങ് സ്വദേശിയായ മനുഷ്യനാണ്. എന്റെ മനസ്സിലൊരു വേദനയുണ്ടായി. നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കാലിനൊരു കാരമുള്ള തറയ്ക്കുന്നത് സഹിക്കാൻ കഴിയാത്ത നമുക്ക് പ്രിയപ്പെട്ടവരെ, മരണത്തെ പോലും പ്രിയങ്കരായി കണ്ട മനുഷ്യരുടെ ജീവിതം അത് അങ്ങല്ലേ, 7-ാം നൂറ്റാണ്ടിലല്ലേ എന്ന് പറയുമ്പോഴാണ് എനിക്ക് വീണ്ടും ഫലസ്തീനിനെ കുറിച്ച് പറയാൻ കഴിയേണ്ടി വരുന്നത്, ഫലസ്തീനിനെ കുറിച്ച് പറഞ്ഞു പോകേണ്ടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രസവം പോലും ഒരു പ്രതിരോധ പ്രവർത്തനമായി ഒരുപാട് അങ്ങോട്ട് പ്രസവിക്കുന്ന മക്കളെ മുഴുവനും സ്വന്തം നാടിന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഉമ്മമാരുടെ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു. അവിടെയുള്ള ഗസ യൂണിവേഴ്സിറ്റിയിൽ പോലും മസ്ജിദുൽ അക്സയിലേക്കുള്ള ദൂരം എഴുതി വെച്ചിട്ടുണ്ടത്രേ. കാരണം പഠിക്കാൻ വരുന്ന ഓരോ കുട്ടിയും അവന്റെ മനസ്സിൽ പ്രതിരോധത്തിന്റെ ചില പാഠങ്ങൾ കൂടി പകർന്നു വെക്കേണ്ടതുണ്ട്. ആ ഗസ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്കുള്ള ദൂരം വളരെ കൃത്യമായി അവിടെയുള്ള ഒന്നാമത്തെ കേറുന്ന മുഖപ്പിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മസ്ജിദുൽ അക്സ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, അവന്റെ പൊക്കിൾ കൊടിയുമായി ബന്ധപ്പെട്ട, അവന്റെ വൈകാരികമായ ഒരു അനുഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ആ മസ്ജിദുൽ അക്സയെ അലങ്കോലപ്പെടുത്തുന്ന അധർമ്മത്തിന്റെ ശക്തികളെ എതിർത്തു തോൽപ്പിക്കുകയും ധർമ്മത്തിന്റെയും നീതിയുടെയും വിജയം സ്ഥാപിതമാകുന്നത് വരെ പോരാടുകയും ചെയ്യുകയാണ് ഉത്തരവാദിത്തമെന്ന് പഠിപ്പിക്കുന്ന, മരണത്തെ കൊതിക്കുന്ന മനുഷ്യർ, മരണത്തെ മണവാളന്മാരെ പോലെ ഫലസ്തീനിന്റെ കഥ എഴുതിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പറയുന്നത് മരിച്ചുപോയ മനുഷ്യരെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഭീതിയാണ്. കാരണം ഇവന്മാരൊക്കെ എന്ത് സൈസ് മനുഷ്യന്മാരാണ്. മരിക്കാൻ പോലും സന്തോഷത്തോടു കൂടി മരിക്കുന്ന മനുഷ്യരെ സന്തോഷത്തോടെ ചുമലിലേറ്റുന്നവരെ കാണുമ്പോ പുതിയ ലോകത്തെ ആധുനികൻ വിളിക്കുന്നത് അവർക്ക് ഭ്രാന്താണ്. എന്ന് ലോകത്തെ ഏറ്റവും പ്രതിരോധ ബഡ്ജറ്റുള്ള ഒരു രാജ്യം എത്രയോ ദിവസം നിരന്തരമായി പരിശ്രമിച്ചിട്ടും ഒരു പടക്കോപ്പും ആധുനിക സംവിധാനങ്ങളും കയ്യിലില്ലാത്ത തങ്ങളുടെ കയ്യിലുള്ള ബന്ദികളെ ലോകത്തെ ഏറ്റവും മനോഹരമായി സംരക്ഷിക്കാൻ ഒരു ജനതയ്ക്ക് സാധിച്ചത് അവർക്ക് മരണത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ കയ്യിൽ വെച്ച ബന്ദികൾ സർട്ടിഫിക്കറ്റ് ഉയർത്തി ലോകത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തടവറ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഒരു ബിരുദം പോലെ, അതൊരു ബിരുദപത്രമായി, സാക്ഷ്യപത്രമായി, സർട്ടിഫിക്കറ്റുകൾ ഉയർത്തി കാണിച്ചിട്ട് സന്തോഷവതരായി കടന്നു പോകുന്നതായ ഇസ്രയേലിൽ നിന്നും പിടിക്കപ്പെട്ട അടിമകളായി കൈമാറപ്പെട്ട മനുഷ്യരുടെ ചിത്രങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, മരണത്തെ കൊതിക്കുന്ന മനുഷ്യർ ഇന്നുമുണ്ട്.
അത് 7-ാം നൂറ്റാണ്ടിലേത് മാത്രമായിട്ടൊരു സംഭവമായിട്ട് ഒരിക്കലും നമ്മൾ ചുരുക്കാൻ പാടില്ല. മരിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ മുഖത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട സഹാബാക്കളോട് വിൻസ്റ്റൺ ചർച്ചില് യുദ്ധത്തിന്റെ പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് വെച്ചു നീട്ടാൻ കണ്ണീരും വേദനയും അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ആകാശഭൂമിയോളം പ്രതിസാരമായ സ്വർഗമുണ്ട് എന്ന് പറയുമ്പോഴേക്കും അന്ന് വരേക്കും നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിച്ച ഗോത്രപ്രിയരായ കുടുംബ കലഹത്തിന്റെയും കുലപ്രശ്നങ്ങളുടെയും ഒക്കെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ മനസ്സിൽ തറയ്ക്കുന്ന സ്വർഗത്തിന്റെ വർണ്ണനയാണ് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. അതുകൊണ്ട് മരിച്ച മനുഷ്യരെ കുറിച്ച് കേൾക്കുമ്പോ അവര് പറഞ്ഞെന്താണെന്നറിയോ? മരിച്ച മനുഷ്യരെ കുറിച്ച് കേട്ടപ്പോ അവര് പറഞ്ഞത്, റബ്ബിൽ കഅബ, നീ ജയിച്ചടോ. റബ്ബിൽ കഅബ, പടച്ചോനെ കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, നീ ജയിച്ചു. മരിച്ചവരെ നോക്കിയിട്ട് വിലപിക്കാത്ത, അലമുറയിടാത്ത, മരിച്ചവരെ നോക്കിയിട്ട് നീ വിജയിച്ചു എന്ന് പറയുന്ന ഒരു ജനതയെ പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? എവിടെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്? ഖൈസമ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്, അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, സഅദ് എന്ന പേര്, സഅദ് ബിൻ ഖൈസമ. നിങ്ങൾ ബദറിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ശിലാഫലകത്തിൽ ബദറിൽ മരണപ്പെട്ടവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പേര് സഅദ് ബിൻ ഖൈസമ എന്നാണ്. ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി, റസൂലിന്റെ ഒപ്പം പുറപ്പെടാൻ വേണ്ടിയിട്ട് വാപ്പയും മകനും പരസ്പരം തർക്കമാണ്. വാപ്പ ജീവിതത്തിൽ ആദ്യമായിട്ട് മകനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പൊന്നുമോനെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട റസൂലിനോടൊപ്പം പോകട്ടെ, എനിക്ക് പ്രിയപ്പെട്ട റസൂലിനോടൊപ്പം രക്തസാക്ഷ്യം വരിക്കാനോട് ഉത്കടമായ ആഗ്രഹമുണ്ട്, ഞാൻ പോകട്ടടാ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് മകന്റെ കൈ പിടിച്ചൊരു കൊച്ചുകുഞ്ഞിനെ പോലെ, 3-ാം തരത്തിലെ കുട്ടി പിതാവിനോട് കളിപ്പാട്ടത്തിന് വേണ്ടി ചുണുങ്ങുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട്, ഞാൻ പോകട്ടെ എന്റെ റസൂലിന്റെ ഒപ്പം യുദ്ധത്തിൽ രക്തസാക്ഷ്യം വരിക്കാൻ എന്നാ മനുഷ്യൻ പറയുകയാണ്. ഖൈസമ അത് പറഞ്ഞപ്പോ സഅദ് എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ പോണ്ട, ഞാൻ പോകാം. നിങ്ങൾ ചോദിച്ചൊരു കാര്യം ലൗകാന, നിങ്ങൾ ചോദിച്ച ഒരു കാര്യം അത് സ്വർഗമല്ലാത്ത മറ്റൊന്നായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സാധിച്ചു തരുമായിരുന്നു. പക്ഷെ സ്വർഗത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച നടത്താൻ എനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരിക്കലും സ്വർഗത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ച നടത്താൻ കഴിയില്ല. ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ ഖൈസമ പറഞ്ഞു, ലൗകാന അബി യാ അബത്ത, എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളുടെ ചോദ്യം സ്വർഗമല്ലാത്ത മറ്റൊന്നായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹം സാധിച്ചു തരാൻ ഞാനൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പിതാവിനെ സാന്ത്വനിപ്പിച്ച് നിർത്തിയിട്ട് മകൻ പോയി യുദ്ധത്തിന്. പാപ്പ പറഞ്ഞു ഞാൻ പോകാൻ, മകൻ പറഞ്ഞു ഞാൻ പോകാം. അവസാനം മകൻ പോയി യുദ്ധത്തിന്റെ പോർക്കളത്തിൽ വീരരക്തസാക്ഷ്യം വരിച്ച വാർത്തയറിഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ് സന്തോഷിച്ചു, ദുഃഖിച്ചില്ല. അദ്ദേഹം മകനെക്കുറിച്ച് തന്നെ ആലോചിച്ചങ്ങനെ കിടക്കുകയാണ്. മകനെക്കുറിച്ച്, കാരണം അത്രയും പ്രിയങ്കരനായിരുന്നു ആ പ്രിയപ്പെട്ട പൊന്നുമോൻ. ഉറക്കത്തിൽ തന്റെ പ്രിയപ്പെട്ട മകനെ ആ പിതാവ് സ്വപ്നത്തിൽ കണ്ടുപത്രേ. കണ്ടപ്പോ ആ മകൻ സ്വർഗീയമായ ഫലങ്ങൾ കഴിക്കുകയാണ്. സ്വർഗത്തിന്റെ സുന്ദരമായ നദികളിൽ നിന്ന് അദ്ദേഹം തന്റെ കൈത്തണ്ടയിൽ വെള്ളം കോരി ചുണ്ടോടടുപ്പിച്ച് ആ മധുര മനോഹരമായ വെള്ളം അങ്ങനെ പാനം ചെയ്യുന്ന കാഴ്ച ആ പ്രിയപ്പെട്ട പിതാവ് രാത്രി നേരത്തെ ഉറക്കിൽ കണ്ടപ്പോ മകൻ പിതാവിനോട് പറഞ്ഞു, യാ അബത്ത ഇൽഹക ബിനാ, ഇങ്ങോട്ട് വാ വാപ്പാ, വജത്തുമാ വഅദനി റബ്ബി ഹഖാ, എന്റെ പടച്ചതമ്പുരാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് എനിക്ക് പ്രിയപ്പെട്ട പിതാവേ ബോധ്യപ്പെട്ടിരിക്കുകയാണ്, വെറുതെ പറയുന്നതല്ല, സ്വർഗമുണ്ട്. വാപ്പയോട് മകൻ പറഞ്ഞു, സ്വപ്നത്തിലാണ് പറഞ്ഞത്, ഉറക്കിലാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഭൗതികവാദിക്കും ആധുനികവാദിക്കും യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും ബോധ്യപ്പെടാത്തൊരു ഭാഷയാണ് സ്വപ്നത്തിന്റെ ഭാഷ. ആ സ്വപ്നത്തിന്റെ ഭാഷയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട പൊന്നുമോന്റെ മരണത്തിന്റെ നാളിൽ ആ മുന്നുമകനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു കിടന്ന ആ പ്രിയപ്പെട്ട പിതാവിന് ആ മകൻ ഉറക്കിൽ വന്നിട്ട് പറയുകയാണ്, പഴം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മകൻ ആ സ്വർഗത്തിന്റെ അരുവികളിൽ നിന്നും വെള്ളം കൈത്തണ്ടയിൽ കോരി ചുണ്ടോടടിപ്പിച്ച് കുടിക്കുന്നത് കണ്ടപ്പോ ആ പ്രിയപ്പെട്ട പിതാവിനോട് മകൻ പറഞ്ഞു, അത്രേ, പ്രിയപ്പെട്ട പിതാവ്,
ഇങ്ങോട്ട് പോരെ വാപ്പ, ഇങ്ങോട്ട് പോരെ, ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തിയെങ്കിലും എന്റെ പടച്ച തമ്പുരാൻ സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ട റസൂൽ അത് പഠിപ്പിച്ചല്ലോ. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ ഭൗതികമായ ജീവിതത്തിന്റെ താല്പര്യങ്ങൾ മുഴുവനും പരിഗണിച്ചിട്ട് ഐഹികമായ ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവനും മാറ്റിവെച്ചിട്ട് ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണല്ലോ പ്രിയപ്പെട്ട പിതാവേ ഞാൻ മരണം വരിച്ചത്. സ്വർഗം സത്യം തന്നെയാണ്, എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ആ മനുഷ്യന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ബദർ കഴിഞ്ഞ് പിന്നെ ഉഹുദ വരുന്നത് കുറെ നാളുകൾക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. ഉഹുദ് യുദ്ധത്തിൽ ആരൊക്കെ തടഞ്ഞിട്ടും തന്റെ പ്രിയപ്പെട്ട മകനോടൊപ്പം ചേരാൻ സ്വപ്നത്തിൽ താൻ കണ്ട പഴം പഴിക്കുന്ന വെള്ളം കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞ വാക്കുകൾ ചിലമ്പിച്ച് തന്റെ കാതിലൊരു ഓളം പോലെ വന്ന് അലക്കുന്നത് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ ഹൈസമി എന്ന് പറയുന്ന മനുഷ്യൻ ഉഹുദിന്റെ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ട് രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ചരിത്രമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരിൽ ഉണ്ടാക്കിയെടുത്ത സ്വർഗത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഉജ്ജ്വലമായ കഥകൾ അടക്കം ചെയ്യപ്പെട്ട കഥയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഥകൾ മനുഷ്യരെ പഠിപ്പിക്കുന്നത്, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വജത്തുമാ വഅദനി റബ്ബി ഹക്ക, പടച്ചോൻ പറഞ്ഞൊക്കെ ശരിയല്ല, എല്ലാം ഉണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ പ്രിയപ്പെട്ടവരെ എത്ര ഇടങ്ങളിലാണ് സ്വർഗത്തെ മനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതൊക്കെയും ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ആ സ്വർഗം തങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായിട്ട് ആ പ്രിയങ്കരനായ മകൻ തന്റെ സ്നേഹാദരനായ പിതാവിനോട് പറയുകയും അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കാതെ ഉഹുദിന്റെ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ട് രക്തസാക്ഷ്യം വരിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നത് മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ, മുത്തഖികളായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ ഉപമ എന്താണ്? ഉകുലുഹാ ദായിം, അതിന്റെ ഭക്ഷ്യവർഗങ്ങളൊക്കെയും നിത്യമാണ്. വളില്ലുഹാ, അതിന്റെ തണലും മനുഷ്യരെ എക്കാലവും അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ നിത്യമായതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗത്തെ പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്. ഗ്യാരണ്ടി ഉള്ളതാണ് സ്വർഗം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഐഹികമായ ജീവിതത്തിൽ എന്തൊക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരുപാട് ഗ്യാരണ്ടികൾ സ്വർഗവുമായി ബന്ധപ്പെട്ട് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതുകൊണ്ടാണ് അനസ് ബിൻ നദർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബിബൻ സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന തന്റെ നേതാവിനോട് പറഞ്ഞു, ഇന്നി അജ്ദു റായിഹത്തൽ ജന്നത്തി മിൻ വറാഇ ഹാദൽ ജബൽ, ഉഹദ് പർവതത്തിന്റെ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ഈ പർവ്വതത്തിന്റെ കീഴിൽ നിന്നും ഞാൻ സ്വർഗത്തിന്റെ മണം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു ലോകത്ത് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത, നോവലിലും സാഹിത്യങ്ങളിലുമൊക്കെ പ്രിയപ്പെട്ടവരെ കേട്ടു പരിചയിച്ചതുപോലെ അതീന്ദ്രിയമായ കാഴ്ചകൾ കാണുന്ന സുന്ദരമായ സുഗന്ധാനുഭവങ്ങൾ ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് എത്രയോ മനുഷ്യർ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നി അജ്ദു റായിഹത്തൽ ജന്ന മിൻ വറാഇ ഹാദൽ ജബൽ, ഈ ഉഹദ് പർവ്വതത്തിന്റെ അടിഭാഗത്തു നിന്നും പുറകുവശത്തു നിന്നും എനിക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ആ യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ഭൂമികയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വരുന്നത്. സ്വർഗം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് അനസ് ബിൻ നദർ എന്ന് പറയുന്ന സഹാബിവര്യൻ തന്റെ നേതാവായ സഅദ് ബിൻ മുആദിനോട് പറഞ്ഞു. അദ്ദേഹത്തെ അന്വേഷിച്ചു നടന്നു സഅദ് ബിൻ മുആദ് എവിടെയാണ് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വേച്ച് യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ ഭൂമികയിൽ എല്ലാ തരത്തിലുമുള്ള ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ട് യുദ്ധത്തിന് വേണ്ടി കടന്നു വന്ന അനസ് ബിൻ നദർ എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് സഅദ് ബിൻ മുആദ് ചുറ്റി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ട കാഴ്ച രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന ഒരു മാംസപിണ്ഡം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80ഓളം വെട്ടുകൾ ഇട്ടിട്ടുണ്ടത്രേ. 80-ലധികം വെട്ടുകളേറ്റ് ശരീരത്തിൽ ആഴത്തിലുള്ള മുറിപ്പാടുകൾ, കുന്തത്തിന്റെ കുത്തുകളേറ്റ് അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തെ ശത്രുക്കൾ വല്ലാതെ വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
അനസ് ബിൻ നളർ എന്ന് പറയുന്ന ആ സഹാബിബത്തിന് സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന, പരിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പരിശുദ്ധ റമളാനിൽ മാത്രം ഓതുന്നവരല്ല നമ്മളെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഇശാഉത്തുൽ ഇസ്ലാം മഹല്ല് എന്ന് പറയുന്ന ഈ മഹനീയമായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വൈജ്ഞാനികമായ സംരംഭങ്ങൾക്ക് നിരവധി തവണ നേതൃത്വം നൽകപ്പെട്ടിട്ടുള്ളതായിട്ട് ബഹുമാനനായ ഇതിന്റെ സംഘാടകനായ അബ്ദുള്ള സാഹിബ് അവറുകൾ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനുമായി വലിയ ബന്ധം നമ്മളൊക്കെയും സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര തവണയാണ് പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല മധുരമനോജ്ഞമായ സ്വർഗത്തിന്റെ ഭാവനയിൽ ഒതുങ്ങാത്ത വർണ്ണനകൾ വളരെ കൃത്യമായിട്ട് മനുഷ്യരെ പഠിപ്പിച്ചത്. ആ വർണ്ണനകൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അനസ് ബിൻ നളറാകാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് സഅദ് ബിൻ ഖൈസമയാകാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഖൈസമ എന്ന് പറയുന്ന പ്രിയങ്കരനായ ഒരു പിതാവിന്റെ വാത്സല്യത്തെ മകനോട് തന്റെ ജീവന് വേണ്ടി, മകന്റെ ജീവനെ സംരക്ഷിക്കാനല്ല, എന്റെ ജീവിതം ആദ്യം രക്തസാക്ഷിത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ഒരു പിതാവിനെ പോലെയാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അങ്ങനെയൊന്നും ആയില്ലെങ്കിലും ഇന്ന് ആധുനിക കാലത്ത് നമ്മെ അമ്പരപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗസയിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഒക്കെ റോൾ മോഡലുകളാക്കി സ്വീകരിച്ചിട്ട് അവരെ പോലെയെങ്കിലും ആകുവാൻ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധമായ ആയാത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണനകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കെട്ടുകാഴ്ചകൾ എന്ന് പറഞ്ഞ് ഭൗതികതയുടെ പ്രമത്തത കൊണ്ടുപോയ ആധുനികവാദത്തിന്റെ വക്താക്കൾ തലമുറകളെ സ്വർഗമെന്ന് പറയുമ്പോൾ ട്രോളാനുള്ള, പരിഹസിക്കാനുള്ള ഒരു ഉപകരണമായി, ഒരിക്കലും ചപ്പടി വിദ്യ പോലെ, കൺകെട്ട് വിദ്യ പോലെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് സ്വർഗമെന്ന് പറഞ്ഞു വെക്കാൻ, തലമുറകളെ പഠിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗമെന്ന് കേൾക്കുമ്പോ, നരകമെന്ന് കേൾക്കുമ്പോ എന്നോ സംഭവിക്കാനിരിക്കുന്ന, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്ന് പ്രിയപ്പെട്ടവരെ തലമുറകളിലേക്ക് സ്വാതന്ത്ര്യത്തിന്റെ പേരില്, ആസ്വാദ്യതയുടെ പേരില് വിഷങ്ങൾ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഖുർആനാണ് അഭയം. ആ ഖുർആനാണ് പറയുന്നത് മനുഷ്യനെ മാടി വിളിക്കുകയാണ് സ്വർഗം, മനുഷ്യനെ ചേർത്ത് വിളിക്കുകയാണ് സ്വർഗം. വീണ്ടും വീണ്ടും മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ആയത്തുകളിലൂടെ ഏറ്റവും ചെറിയ സൂറത്തുകളിലടക്കം അല്ലാഹു പറയുന്നു വല്ലാഹിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ് ഏറ്റവും അവശേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഭൗതികമായ ജീവിതമല്ല മനുഷ്യൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടത് ആഖിറം തന്നെയാണ് എന്ന് അള്ളാഹു പറയുന്നു പരിശുദ്ധമായ ഖുർആനിലൂടെ. അത് ഇത്ര ദിവസമാണ് നമ്മൾ സൂറത്തുൽ ദുഹാ, നമ്മൾ ഒരുപക്ഷെ എല്ലാ നമസ്കാരത്തിലും പാരായണം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സൂറത്താണ്. അതിൽ അല്ലാഹു തആല ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറമാണ് ഉലയേക്കാൾ, ദുനിയാവിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അതുവഴി ലോകത്തുള്ള സകലമാന മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് സ്വർഗത്തിന്റെ സവിശേഷത. ഓരോ നിമിഷവും നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ എങ്ങനെയാണ് അല്ലാഹു നിർബന്ധിതമായി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഫോഴ്സഡായി നമ്മുടെ മനസ്സിലേക്ക് സ്വർഗത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സ്വർഗത്തെക്കുറിച്ച് നീ ചിന്തിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടേയിരിക്കും. മഹാരഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഒടുവിലായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നു. പ്രിയങ്കരനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ കഥ നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം ഈ സ്വർഗത്തിൽ സിറാത്തിന്റെ മുകളിലൂടെ നടക്കുകയാണ്. അദ്ദേഹം ഒരു വട്ടം കാല് വഴുതികിട്ട് നരകത്തിലേക്ക് വീണു പോകുന്നു, നരകത്തിലേക്ക് അലച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അഗ്നി സ്പർശിക്കുന്നു. വീണ്ടും വീണ്ടും അദ്ദേഹം എങ്ങനെയൊക്കെയോ സിറാത്ത് കടന്നിട്ട് അപ്പുറത്ത് സ്വർഗത്തിലേക്ക് എത്തുന്നു. സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തുന്ന ആ മനുഷ്യൻ അദ്ദേഹം തിരിഞ്ഞു നോക്കിയത്രേ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ
അഞ്ചാനി, അള്ളാഹുവിന് സർവസ്തുതികളും. ഈ നരകത്തിൽ വീണു പോകാതെ പടച്ച തമ്പുരാൻ എന്നെ സ്വർഗത്തിലേക്ക് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. തബാറക്കല്ലദീ നജ്ജാനി മിൻക ലഖദ് അഅതാനി അല്ലാഹു ശൈഅൻ മാ അഅതാഹു അഹദൻ മിനൽ അവ്വലീന വൽ ആഖിരീൻ. അയാൾ വിചാരിക്കും തനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. നരകത്തിൽ വീണു പോകാതെ രക്ഷപ്പെട്ട് പലപ്പോഴും അഗ്നിസ്ഫുലിംഗങ്ങൾ തന്റെ ചർമ്മത്തിലേക്ക് വന്ന് കരിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ട് കട്ടിച്ച് സിറാത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ മനുഷ്യൻ പിന്തിരിഞ്ഞു നിന്നിട്ട് പറയുമത്രേ, തബാറക്കല്ലദീ തബാറക്കല്ലാഹ്, പടച്ചവൻ അനുഗ്രഹീതനായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിന്റെ ഭീകരമായ അഗ്നിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള സന്തോഷം അദ്ദേഹം പങ്കുവെക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുമത്രേ, ലഖദ് അഅതാനി അല്ലാഹു ശൈഅൻ മാ അഅതാഹു അഹദൻ മിനൽ ആഖിരീന വൽ അവ്വലീൻ. ലോകത്താർക്കും നൽകാത്ത ഒരു സൗഭാഗ്യം പടച്ചവൻ എനിക്ക് തന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അതാണ്. കാരണം മനുഷ്യൻ എല്ലാവരും അവരുടെ സ്വന്തത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയമുള്ള ആഖിറം. അയാൾ വിചാരിച്ചു ലോകത്താർക്കും കിട്ടാത്ത ഒന്നാണ് എനിക്ക് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ളത്, ആർക്കും കൊടുത്തിട്ടില്ല എന്ന നരകത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ രക്ഷപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വൃക്ഷം അങ്ങനെ അദ്ദേഹം കാണും. അപ്പൊ ആ മനുഷ്യൻ പറയാ, റബ്ബി പടച്ചോനെ അതിന്നി മിൻ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തെ നീ എനിക്ക് എന്നിലേക്ക് അടുപ്പിച്ചു തരുമോ തമ്പുരാനെ എന്ന് അദ്ദേഹം ചോദിക്കും അത്രേ. അസ്തലില്ലു ബിദില്ലിഹ, ഞാൻ ആ വൃക്ഷത്തിന്റെ തണൽ അനുഭവിക്കട്ടെ പടച്ചവനെ. അസ്റബു മിമ്മ ഇഹ, ആ വൃക്ഷത്തിന്റെ അരികിലൂടെ ഒഴുകുന്ന ആ അരുവി ഞാൻ പടച്ചവനെ, അതുകൊണ്ട് ആ വൃക്ഷം എനിക്ക് നീ അടുപ്പിച്ചു തരുമോ എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കും അത്രേ. ഫയഖൂലുല്ലാഹ്, അപ്പോൾ പടച്ചവൻ പറയും, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലഅല്ലി അഅതൈതുകഹ സഅൽതനി ഗൈറഹ, ഞാനത് തന്നാലും നീ വേറെന്തെങ്കിലും ഒക്കെ എന്നോട് ചോദിക്കുമല്ലോ എന്ന് അല്ലാഹു അയാളോട് പറയുമത്രേ. അപ്പൊ ആ മനുഷ്യൻ പറയും, ഫയഖൂലു യാ റബ്ബി, ഒരിക്കലുമില്ല പടച്ചോനെ, യുഅഇദു അല്ലാ യസ്അലഹു ഗൈറഹ, ഒരിക്കലും ഞാനൊന്നും ചോദിക്കില്ല, ഒരിക്കലും ഒന്നും ചോദിക്കില്ല. പക്ഷെ അള്ളാഹുവിന് അറിയാം, ലാ സുബ്ര ലഹു, അവൻ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയില്ല എന്നറിയുമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് അങ്ങനെ ചോദിക്കുകയും ഫയുദ്നീഹി മിൻഹാ, അത് അവൻ അടുപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഫയസ്തദില്ലു ബിദില്ലിഹാ, അങ്ങനെ ആ മനുഷ്യൻ അതിന്റെ തണൽ അനുഭവിക്കും. വയസ്റബു മിമ്മാ ഇഹാ, അതിന്റെ വെള്ളം കുടിക്കും. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ തുമ്മ തർഫലഹു ഷജറ, ഒരു വൃക്ഷം കൂടി അങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ അത് ഹിയ അഹ്സനു മിനൽ ഊല, ആദ്യത്തേതിനേക്കാൾ മനോഹരമായ ഒരു വൃക്ഷമാണ് രണ്ടാമത് ഉയർന്നു വരുന്നത്. ഫയഖൂലു, അപ്പൊ ആ മനുഷ്യൻ പറയും, യാ റബ്ബി പടച്ചോനെ, അതിന്നി മിൻ ഹാദിഹി, അതിനിക്ക് നീ അടുപ്പിച്ചു തരുമോ തമ്പുരാനെ. ലാശ്റബു മിമ്മാ ഇഹാ, അത് ഞാൻ കുടിച്ചോട്ടെ അല്ലാഹുവേ. വസ്തദില്ലു ബിദില്ലിഹ, അതിന്റെ തണൽ ഞാൻ അനുഭവിക്കട്ടെ തമ്പുരാനെ. ലാസ്അലുക ഗൈറഹ, അതല്ലാതെ ഇനി ഒന്നും ഞാൻ നിന്നോട് ചോദിക്കില്ല എന്നാ മനുഷ്യൻ പടച്ചോനോട് പറയും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യബ്ന ആദം അലം തുആഹിദ്നി അന്നക ലാ തസ്അൽനി ഗൈറഹ, നീ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും ഇനി ചോദിക്കില്ല എന്ന്, അപ്പൊ നീ രണ്ടാമത് വീണ്ടും ചോദിച്ചല്ലോ. അല്ലാഹു ആ മനുഷ്യനോട് പറയും, ഫയഖൂലു, അപ്പൊ അയാൾ പറയും അത്രേ, ലഅല്ലി ഇൻ അദ്നൈതക മിൻഹാ അൻ തസ്അലനി ഗൈറഹ, അല്ലാഹു തന്നെ പറയും, ഞാൻ ഇതുകൂടി നിനക്ക് അടുപ്പിച്ചാൽ നീ വീണ്ടും ഇനിയും ചോദിക്കും എന്ന് ആ മനുഷ്യനോട് പറയും. അപ്പൊ അയാൾ പറയും, ഫയുആദിഹു അല്ലാ യസ്അലുഹു ഗൈറഹ, ഒരിക്കലും ഞാൻ ഇനി ചോദിക്കില്ല. അല്ലാഹുവിനെ അറിയാം, അതാണ് പറയുന്നത്, റബ്ബുഹു യഅദുറുഹു ലിഅന്നഹു യറാ മാ ലാ സബ്ര ലഹു അലൈഹി, അവൻ അതിലൊന്നും തൃപ്തിപ്പെടില്ല എന്ന് പടച്ചവൻ അറിയാം. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഇങ്ങനെയൊക്കെ ചോദിച്ചതിന് ശേഷം ഫയുദ്നീഹി മിൻഹാ, അതിനെ അവന് വേണ്ടി അടുപ്പിച്ചു നൽകും. ഫയസ്തദില്ലു ബിദില്ലിഹാ, അങ്ങനെ ആ മനുഷ്യൻ വീണ്ടും അതിന്റെ തണൽ അനുഭവിക്കും. വയസ്റബു മിമ്മാ ഇഹാ, അതിൽ നിന്നുള്ള വെള്ളം അയാൾ കുടിക്കും. ثم ترفع له شجرة عند باب الجنة هي أحسن من الأولين. നോക്കുമ്പോഴുണ്ട് സ്വർഗത്തിന്റെ വാതിൽക്കൽ മറ്റൊരു മനോഹരമായ വൃക്ഷം, ആദ്യത്തെ രണ്ടിനേക്കാളും മനോഹരമായ ഒരു വൃക്ഷം. അപ്പൊ അദ്ദേഹം വളരെ പതിയെ വന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, ഐ റബ്ബി, ആ വിളിയുടെ തന്നെ ഒരു സോപ്പിന്റെ വിളിയാണ്. ഐ റബ്ബി, ഞാൻ പടച്ചോനെ, അതിന്നി മിൻ ഹാദിഹി ഷജറ, എനിക്ക് ഈ വൃക്ഷം നീ ഒന്ന് അടുപ്പിച്ചു തരുമോ തമ്പുരാനെ. ലാസ്തദില്ലു ബിദില്ലിഹാ വഅശ്റബു മിമ്മാ ഇഹാ, എന്റെ വെള്ളം ഞാൻ കുടിക്കട്ടെ, അതിന്റെ തണൽ അനുഭവിക്കട്ടെ. അപ്പോ ലാസ്അലുക ഗൈറഹ, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല. മൂന്നാമതും പുള്ളി പറയാണ്, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല, ഇതുകൂടെ എനിക്ക് മതി. അപ്പോ അള്ളാഹു പറഞ്ഞു, യബ്ന ആദം അലം തുആഹിദ്നി അല്ലാ തസ്അൽനി ഗൈറഹ, മറ്റൊന്നും ചോദിക്കില്ല എന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത്, എന്നിട്ട് നീ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. കാല ബലാ യാ റബ്ബി, അതേ പടച്ചോനെ, ഹാദിഹി ലാ അസ്അലുക ഗൈറഹ, ഇതും കൂടെ മതി, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന് ആ മനുഷ്യൻ പറയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇതിലും തൃപ്തിപ്പെടില്ല എന്ന് പടച്ചവൻ അറിയായെങ്കിലും അള്ളാഹു
വീണ്ടും അത് അവൻ അടുപ്പിച്ചു നൽകും. ഫൈദാ തന്നാഹു മിൻഹാ സമിഅ അസ്വാതഹിൽ ജന്ന. ആ വൃക്ഷം അടുത്തു വന്ന് അതിന്റെ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിലെ മനുഷ്യരുടെ മനോഹരമായ ശബ്ദങ്ങൾ, കലപിലകൾ അദ്ദേഹം കേൾക്കുന്നത്. ഫയഖൂലു യാ റബ്ബി, ആ സമയത്ത് ആ മനുഷ്യൻ പറയും, അദ്ഖിൽനീഹാ, പടച്ചവനെ എന്നെ ആ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിലുള്ള ശബ്ദം എത്ര മനോഹരമായ ശബ്ദമാണ്! നമ്മൾ കടന്നു വന്ന വഴികളിൽ കണ്ട മനുഷ്യന്റെ മനസ്സ് മടിപ്പിക്കുന്ന, നെഞ്ചറപ്പിക്കുന്ന, അവന്റെ ഹൃദയത്തിൽ വിഹുലത സൃഷ്ടിക്കുന്ന ഭീകരമായ ശബ്ദകോലാഹലങ്ങളല്ല. ഏതൊരു മനുഷ്യനും ഒന്ന് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന സുന്ദരമായ ശബ്ദങ്ങൾ, കലപിലകൾ ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുമ്പോ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ തമ്പുരാനെ എന്നെ ആ സ്വർഗത്തിലേക്ക് നീ പ്രവേശിപ്പിക്കണേ തമ്പുരാനെ. ആ മനുഷ്യനോടൊപ്പം ആരോ വിളിച്ചു പറയും, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് കടന്നോ, കുഴപ്പമില്ല. പിന്നീട് പടച്ചവനൊന്നും പറയില്ല. അല്ലാഹുവിന്റെ കാരുണ്യം എത്രമാത്രം വലുതാണെന്ന് വിശദീകരിക്കാൻ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സംഭവത്തെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ആ മനുഷ്യനോട് പറയും, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. ഫയഖൂലു, അപ്പോ ആ മനുഷ്യൻ പറയും, റബ്ബി കൈഫ വഖദ് നസലന്നാസ മനാസിലക്കും വഅഖദു അഖദാനഹും, മനുഷ്യരൊക്കെയും അവരുടെ ഇരിപ്പിടങ്ങൾ പിടിച്ചെടുത്ത് കഴിഞ്ഞ സ്ഥലത്ത് ഇനി സ്വർഗത്തിൽ ഞാൻ കയറിയാൽ എനിക്ക് സീറ്റ് ഉണ്ടാകുമോ, എനിക്ക് ഇരിപ്പിടമുണ്ടാകുമോ, എനിക്ക് സ്ഥലമുണ്ടാകുമോ തമ്പുരാനെ എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ പടച്ച തമ്പുരാൻ പറയുമത്രേ, ഇബ്നു ആദം മാ യുർലീക മിന്നീ അതർലാ യകൂന ലക മിഥല മലികിൻ മിൻ മുലൂകി ദുനിയ, നീ എന്താണ് ഞാൻ തന്നാ നീ തൃപ്തിപ്പെടുന്നതെന്നാണ്? നിനക്ക് ദുനിയാവിലെ ഒരു രാജാവ് അനുഭവിക്കുന്ന അത്രയും സാധനങ്ങൾ തന്നാ നിനക്ക് തൃപ്തിയാവുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയും, യഖൂലു റളീതു റബ്ബി, മതി പടച്ചവനെ, മതി ഒരു രാജാവിന്റെ സംവിധാനങ്ങൾ, ഒരു രാജകൊട്ടാരത്തിന്റെ സംവിധാനങ്ങൾ. അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു പോയി, ഉത്തേജിതനായി പോയി. കാരണം ഒരു കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ മുഴുവനും തനിക്ക് കിട്ടുകയാണ് എങ്കിൽ പിന്നെന്താണ് തനിക്ക് കുറവ്? അതുകൊണ്ട് അത് മാത്രം മതി പടച്ചവനെ, അത് മാത്രം മതി പടച്ചവനെ എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമത്രേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലകദാലിക മിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു വമിസ്ലുഹു. 5 തവണ പറയുമ്പോ 5ാമത്തെ തവണ അയാൾ പറയും, റളീതു പടച്ചോ, മതി. ഒരു രാജാവിന്റെ സൗഭാഗ്യങ്ങളും സംവിധാനങ്ങളും മാത്രമല്ല, അതിന്റെ 5 ഇരട്ടി 5 തവണ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, മതി പടച്ചവനെ എന്ന് പറയുമത്രേ. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലകദാലിക വ അശ്റത്തു അംസാലിഹി, നിനക്കത് മാത്രമല്ല അതിന്റെ 10 ഇരട്ടിയും ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. പടച്ച തമ്പുരാൻ പറയുന്നു, നിനക്കത് മാത്രമല്ല അതിന്റെ 10 ഇരട്ടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, വലകമസ്തഹത്ത് നഫ്സുക, നിന്റെ ശരീരം ആഗ്രഹിക്കുന്നത്, വലദ്ദത് ഐനുക, നിന്റെ കണ്ണുകൾ കുളിർമയണിയുന്നത്. ഫയഖൂലുല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, തമന്ന, നീ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോ. തമന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിനാണ്. തർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ആഗ്രഹം, കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സാധനത്തെ ആഗ്രഹിക്കുന്നതിനാണ് തർജ എന്ന് പറയാം. തമന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിനക്ക് കിട്ടാൻ, ഈ ഐഹികമായ ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന പ്രതീക്ഷയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അല്ലാഹ് പറയാണ്, അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ചില കാര്യങ്ങൾ നീ ആഗ്രഹിച്ചോളൂ എന്ന് പറയും. ഫയതമന്ന, അപ്പൊ ആ മനുഷ്യൻ ആ കാര്യങ്ങളെ ആഗ്രഹിക്കും. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് കിട്ടും. എന്നിട്ട് വയദ്ഖുലു അലൈഹി, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വയദ്ഖുറുഹു, പടച്ചവൻ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വയദ്ഖുറുഹുല്ലാ, പടച്ചവനെ ഓർമ്മിപ്പിക്കും. അല്ലാഹു ഓർമ്മിക്കും. സലില്ലാ കഥ, ഇത് ചോദിച്ചോ. അല്ലാഹ് പടച്ചു തമ്പുരാൻ അവനോട് പറയും, സലില്ലാഹ കഥ, ഇത് ചോദിക്ക്, കഥ ഇത് ചോദിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു കൊടുക്കും. എത്ര കാരുണ്യമുള്ള പടച്ചവനാണ്. അവൻ മറന്നു പോകുമ്പോ പടച്ചവൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കും, ഇത് ചോദിക്കൂ, ഇത് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തും അത്രേ. ഫൈദൻ ഖത്തഅത്ത് ബിഹിൽ അമാനി, അപ്പോ അവൻ ആഗ്രഹിച്ച് മടുത്തു, അവന്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. ആഗ്രഹിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അവസാനിക്കും.
തുമ്മയദുഖുലു ബൈതഹു, ആഗ്രഹങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ അവന് വേണ്ടി തയ്യാറാക്കിയ ഭവനത്തിലേക്ക് അവൻ കടക്കും. യദ്ഖുലു അലൈഹി സൗജത്താഹി മിനൽ ഹൂറുല്ലീൻ, അവന്റെ ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഭാര്യമാര് അവിടേക്ക് പ്രവേശിക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. എത്ര മനോഹരമായ കാരുണ്യത്തിന്റെ കഥയാണ് പടച്ച തമ്പുരാനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോ അവനോട് ആഗ്രഹിക്കാൻ പറയുക മാത്രമല്ല, അവൻ മറന്നാൽ നീ ഇന്നത് ചോദിക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ മറന്നുപോയതിനെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയും അവസാനം ആഗ്രഹങ്ങൾ മുഴുവനും അവസാനിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് പടച്ചവന്റെ സ്വർഗം. ഈ സ്വർഗം മനുഷ്യൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. തരാതിരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല പ്രിയപ്പെട്ടവരെ സ്വർഗം. തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയതിന്റെ പേരാണ് സ്വർഗം. ഒരവസരം കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ സ്വർഗത്തിലേക്ക് കയറ്റാൻ പടച്ചവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ അവസരം നമ്മൾ ഉണ്ടാക്കണം. ആ അവസരമാണ്, ആ സുവർണാവസരമാണ് പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. വാതിലുകൾ തുറന്നു വെക്കപ്പെട്ട അനുഗ്രഹീതമായ റമദാൻ നമുക്ക് മുന്നിൽ നമ്മെ മാടി വിളിച്ച് കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇൻഷാ അല്ലാഹ് ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ആ അവസരത്തെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم انزل فينا وفي اجتماعنا هذا وفي مجلسنا هذا بركة وسلاما وسكينة وحفظا وحماية ورحمة ونظرا من عندك يا أرحم الراحمين. അല്ലാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഒരുമിച്ച് കൂട്ടലിനെ നീ കബൂലാക്കണേ തമ്പുരാനെ. അനുഗ്രഹീതമായ റമദാൻ ഒരു ഒളിപ്പാടകളെ നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ, സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലക്കെ തുറക്കാൻ തുടങ്ങുമ്പോ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്ന നേരത്ത് അല്ലാഹുവേ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിന്റെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും നോട്ടത്തെ നീ വരദാനമായി നോക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ സ്നേഹത്തിന്റെ ആശ്ലേഷം കൊണ്ട് ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾക്ക് നീ വരദാനമായി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കടാക്ഷം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ജീവിത സന്ധാരണത്തിനു വേണ്ടി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങളെ ഒക്കെയും അല്ലാഹുവേ തമ്പുരാനെ നിന്റെ കാവലിലാക്കി, നിന്റെ കരുണയിലാക്കി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തമ്പുരാനെ, തലമുറകളുടെ മനസ്സിലേക്ക് വിഷം വമിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കാവാലികളുടെ കശ്വരുടെ കൈകളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ കാവലിലാക്കി, നിന്റെ കരുണയിലാക്കി നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നാടിനുപകരിക്കുന്ന, ഉമ്മത്തിനുപകരിക്കുന്ന, സമൂഹത്തിനുപകരിക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ തമ്പുരാനെ. അപകട മരണങ്ങളെ തൊട്ട്, ദുർമരണങ്ങളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മാരകമായ ഭീകരമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ, പേര് കേട്ടിട്ടുള്ള കേൾക്കാത്ത ഭീകരമായ രോഗങ്ങൾ ഓരോ ദിവസവും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ. ആരോഗ്യമുള്ള, ശേഷിയുള്ള, ശേഷിയുള്ള ചെറുപ്പക്കാരെ പോലും അല്ലാഹുവേ പെട്ടെന്ന് തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്ന മാരകമായ രോഗങ്ങളുടെ, ആകസ്മികമായ മരണങ്ങളുടെ വാർത്തകൾ അല്ലാഹുവേ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് തമ്പുരാനെ. അത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ സംരക്ഷണത്തിന്റെ നോട്ടം
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നീ നിറച്ചു നിർത്തണയല്ലോ. ഞങ്ങൾ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങൾ നീ പ്രവിശാലമാക്കണേ തമ്പുരാനെ, സ്വർഗീയാരാമമാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്കും നീ നല്ല മരണം നൽകണയല്ലോ. മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. തെറ്റിത്തണം ഉയർത്തിട്ട് അല്ലാഹുവേ തമ്പുരാനെ, നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്ന സന്തോഷവദനത്തോടെ പുഞ്ചിരിയോടുകൂടി മരിക്കുന്ന നല്ലവരുടെ മരണം ഞങ്ങൾക്ക്, സച്ചരിതരുടെ മരണം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ തമ്പുരാൻ, അനുഗ്രഹീതമായ വിജ്ഞാന സദസ്സിനെ അള്ളാഹുവേ തമ്പുരാനെ, ഈ പരിശുദ്ധമായ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ വിജ്ഞാന സദസ്സിനെ സംഘടിപ്പിച്ച ഞങ്ങളുടെ പരിപാലകരെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ തമ്പുരാനെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഈ ജമാഅത്തിന് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, രാത്രി നേരത്ത് നിന്റെ പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ, നിന്റെ തിരുനബിയെ കുറിച്ച് കേൾക്കാൻ അള്ളാഹുവേ തമ്പുരാനെ, സ്വർഗം ആഗ്രഹിച്ചിട്ട് ഇവിടേക്ക് എത്തിയ സഹോദരങ്ങളാണ്. അത് പറയാൻ ഞാനടക്കം അള്ളാഹുവേ പറഞ്ഞതിൽ സംഭവിച്ചു പോയ പിഴവുകളെ ഒക്കെയും നീ മാപ്പാക്കി തരണേ തമ്പുരാനെ, നീ മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ തമ്പുരാനെ, ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹുയുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, സ്വർഗത്തിൽ ഞങ്ങൾ നീ സംഗമിപ്പിക്കുമ്പോ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെയും നീ സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തല്ല തമ്പുരാനെ, നീ ഒഴിവാക്കല്ല അല്ലാ. അള്ളാഹുവേ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവേ നിനക്ക് തൃപ്തിപ്പെട്ട നിലയിൽ വിനിയോഗിക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓട്ടപ്രദക്ഷിണത്തിനിടയിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും നീ മാപ്പാക്കണയല്ലോ, നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ രാത്രി നേരത്തു നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ നീട്ടിവെച്ചിരിക്കുന്ന കരങ്ങള നീ തട്ടിക്കളയല്ല തമ്പുരാനെ, നീ നിരാകരിക്കല്ല അല്ലാ. اللهم ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى الله على جميع الأنبياء والمرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെയും ദുആ ഇരക്കണം എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.